Good afternoon. Good afternoon, miss. Good afternoon. The class is on D. Good afternoon, ma'am. Good afternoon. Okay, we can start. Who is going to do prayer? Ma'am, can you? Yeah. Good afternoon, all. Before we start our class, I take this opportunity to congratulate our scientists at ISRO and the entire space fraternity for the successful demonstration of space docking of satellites. It is a significant stepping stone for India's ambitious space mission. മാം ആക്ച്വലി ആശയായിരുന്നു പ്രയർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആള് ജോയിൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം വേറെ ആരെങ്കിലും റെഡി ആണെങ്കിൽ അവര് പറയട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയാം. വേറെ ആരെങ്കിലും റെഡി ആണോ? ഞാന് സ്നേഹഗീതമീജയം കർമ്മഭൂമി തളിടുന്ന വർണ്ണമേജയം നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം ഹൃദയരാഗതന്ത്രിനീട്ടി സ്നേഹഗീതമീജയം കർമ്മഭൂമി തളിടുന്ന വർണ്ണമേജയം നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. Let me invite Amrita to present the thought of the day. Hi all. Good afternoon. I'm Amrita. Today's thought is success is not final, failure is not fatal. It is the courage to continue that count. Winston Churchill. I repeating, success is not final, failure is not fatal. It is the courage to continue that count. This quote emphasizes the importance of perseverance and resilience in the face of challenges. It encourages students to keep going despite setbacks and to see failure as an opportunity to learn and grow. നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ സ്ഥിരോത്സാഹത്തോടുകൂടിയും പ്രതിരോധിച്ചുകൊണ്ട് മുന്നേറണം എന്നാണ് ഈ കോട്ട് പറയുന്നത്. അങ്ങനെ മുന്നേറുമ്പോൾ നമുക്കുണ്ടാകുന്ന പരാജയങ്ങളെ നമുക്ക് പഠിക്കാനും കൂടുതൽ അറിവ് നേടാനുമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് മുന്നേറണം. താങ്ക് യു ഓൾ. I invite Saifulisa for signing. Okay, good afternoon, ma'am. Good afternoon, all friends. Welcome, welcome. How do you do? I'm so glad to see you. Sit down, all in a ring. Hold each other's hand too. Happy, happy. That's how we feel when we are together. When we are together. Okay, ma'am. Thank you. That was very nice. Video കൂടെ ഓൺ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ആക്ച്വലി മാം ഞാൻ ഫസ്റ്റ് ടൈം ആണ്. നല്ലതായിരുന്നു. ആക്ഷൻസ് കുറെ കാണിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ നല്ലതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ടൈം ഐ വിൽ ട്രൈ. ഓൺ ക്രിയേഷൻ ആണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അല്ലേ മാം? നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലാസ്സിലേക്ക് കയറിയപ്പോ 3-4 പേരൊക്കെ ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചത് പറ്റി ക്ലാസ് അങ്ങനെ
ഓക്കെ, സോ അശ്വതി മിസ് വന്ന് നിങ്ങൾക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ കുറച്ചും കൂടെ ഭാഗങ്ങൾ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു അല്ലെ? കുട്ടിയുടെ ഓരോ ഏജിലും അതിനുണ്ടാകുന്ന വെർബൽ ആ ഒരു ചേഞ്ചസ്, പിന്നെ അതുപോലെ തന്നെ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ, മീനിങ് ഫുൾ സെന്റൻസ് പറയുന്നതൊക്കെ ക്ലിയർ ആയല്ലോ? ഇപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഓക്കെ ആയല്ലോ മാം കൂടെ എടുത്തു കഴിഞ്ഞപ്പോ? സോ നമ്മളിപ്പം മറിയ മോണ്ടിസോറിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, സോ ത്രൂ ഔട്ട് ദ കോഴ്സ് നമ്മൾ എപ്പോഴും മോണ്ടിസോറി പറഞ്ഞ കാര്യങ്ങൾ, മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ, മോണ്ടിസോറിയുടെ എക്സ്പീരിയൻസസ്, മോണ്ടിസോറിയുടെ ഡിസൈൻസ്, മോണ്ടിസോറി പറഞ്ഞ ടേംസ്, മോണ്ടിസോറി ഉണ്ടാക്കിയ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഇനിയുള്ള ക്ലാസ്സസ് മുഴുവനും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പ്രാക്ടിക്കൽ സൈഡ് വരുമ്പോൾ നമ്മൾ അത് ഫെമിലറൈസ് ചെയ്യുന്നു, അതുകൊണ്ട് ചെയ്തു നോക്കുന്നു. പിന്നെ ലോ കോസ്റ്റിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ചില മെറ്റീരിയൽസ് ഉണ്ട്, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ലോ കോസ്റ്റ് കേട്ടോ, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതല്ല, നമുക്ക് ചെയ്യാം. സ്കൂളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും മെറ്റീരിയൽസ് അവർ ഓൺ ആയിട്ട് വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. കോസ്റ്റ്ലി ആണ്, മേ ബി എല്ലാം കൂടെ ഒക്കെ വാങ്ങി വരുമ്പോൾ ലാക്സിലൊക്കെ വരും, 1 lakh മേ ബി അത്രയൊക്കെ വരും. അല്ലെങ്കിൽ ആരെങ്കിലും സ്കൂള് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ ക്ലോസ് ചെയ്യാൻ പോവാണ്, അവരുടെ കയ്യിൽ മോണ്ടിസോറി മെറ്റീരിയൽസ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ യു ക്യാൻ ബൈ ഫ്രം ദം. അങ്ങനെ ആകുമ്പോൾ ലോ കോസ്റ്റ് കിട്ടും. അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കോളൂ കേട്ടോ, സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നമുക്ക് അറിയാം മോണ്ടിസോറി കുറെ കാര്യങ്ങൾ അവര് പറഞ്ഞു. അവര് ഇനീഷ്യലി ചെയ്ത കാര്യങ്ങളല്ല ഫോളോ ചെയ്തത്, അതിൽ തന്നെ വീണ്ടും അപ്ഡേറ്റ്സ് വന്നു, അതിനെ മോഡിഫൈ ചെയ്തു. ചില സ്പോണ്ടേനിയസ് ആയിട്ടും അല്ലെങ്കിൽ ആക്സിഡന്റലി അൺഎക്സ്പെക്ടഡ്ലി ആയിട്ട് ചില ഇൻസിഡൻസ് വന്നത് വെച്ചിട്ട് അവർ പലതും ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. മിസ് ഒരു ഡൗട്ട്. ചോദിക്കും. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ തുടങ്ങാൻ പറ്റുമോ? പിന്നെന്താ, അതിനിപ്പോ ഇത് വേറെ ഇതൊന്നുമില്ല. ഇപ്പൊ നമ്മ അംഗനവാടി എന്നൊക്കെ പറയുമ്പോ നമ്മള് അതുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ ഇതെന്ന് പറയുമ്പോ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നതല്ലേ? അതെ. അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും, നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. പിന്നെ ഈവൻ നമ്മളുടെ ഒരു ബാച്ചില് 2 ഫ്രണ്ട്സ് ചേർന്നിട്ട് സ്കൂൾ നടത്തുന്നുണ്ട്. ഏകദേശം 35 സ്റ്റുഡൻസ് ഉണ്ട് ഇതുപോലെ KG. അപ്പൊ 35 സ്റ്റുഡൻസ് ഉണ്ട്, പക്ഷെ അവര് പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ല. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ കോഴ്സ് ജോയിൻ ചെയ്തത്. കാരണം പാരന്റ്സ് ആരെങ്കിലും നാളെ ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഒരു ക്വാളിഫിക്കേഷൻ, പ്രീ സ്കൂൾ നടത്താനുള്ള ക്വാളിഫിക്കേഷൻ എന്താന്ന് ചോദിച്ചാൽ അവർക്ക് ധൈര്യമായിട്ട് ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കാറ്. അങ്ങനെ അവര് ലൈസൻസ് വേണോ? ലൈസൻസ് വേണം. എനിക്ക് ക്ലാരിറ്റി, ടൈം കിഡ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ ലൈസൻസ് മേ ബി അറിയില്ല, അതൊന്ന് ചോദിച്ചിട്ട് പറയാം. ബട്ട് നമ്മളൊരു സ്കൂൾ തുടങ്ങുമ്പോൾ നമ്മൾ അതുപോലെ പ്രൊഫഷണലി എക്യുപ്ഡ് ആയിരിക്കണമല്ലോ. നമ്മൾക്ക് ക്വാളിറ്റി വേണമെന്ന് നമുക്കൊരു ഫീൽ ഉണ്ടാവില്ലേ? ലൈസൻസോ അത് സെക്കൻഡറി, നിൽക്കോ അത് വേണം എന്നുള്ളത് സെക്കൻഡറി, അത് പേപ്പർ വർക്കിലായിരിക്കാം. ബട്ട് നമുക്കൊരു തോട്ടില്ലേ, ഞാൻ ഇതിന് കേപ്പബിൾ ആണോന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. വൺസ് നമ്മളിത് ഈ ഒരു ജേർണിയിലൂടെ പോയി 1 year നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്ത് പല ഇതും നമ്മൾ സെഷൻസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് അറിയാം നമ്മളത് ചെയ്താൽ തെറ്റില്ല. ഐ ആം ഗുഡ് ടു ഡു ദിസ്, ഐ ഹാവ് ദ റൈറ്റ് ടു ഡു ദിസ് എന്നുള്ളൊരു ഫീൽ നമുക്ക് വരില്ലേ? ഒന്നും അറിയാതെ മറ്റേതാവുമ്പോഴേക്കും നമ്മൾ ഒരുമാതിരി നമ്മളെ പറ്റിക്കുന്നത് പോലെയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ അങ്ങനെ ക്വാളിഫൈഡ് അല്ലെങ്കിൽ നമ്മൾ തുടങ്ങി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ വെക്കണം. നമ്മൾ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ മാനേജിങ് എല്ലാം ആൾക്കാര്, ബട്ട് ആ ഒരു പ്രൊഫഷൻ. പക്ഷെ എന്നാലും ഒരാളെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ ആ ജോലി എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ. അങ്ങനെ എന്നാലേ നമുക്ക് ആ ജോലി ചെയ്യിപ്പിക്കാൻ പറ്റൂ. സോ അതുണ്ട്, അതൊരു എത്തിക്സിന്റെ ഭാഗം, നമ്മുടെ ഒരു മോറൽ സൈഡിന്റെ ഒരു ഭാഗം. അല്ലാതെ ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പേപ്പർ വർക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ അങ്ങനെ 2 ടീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറയാം. അവർ വർഷങ്ങളായിട്ട് നടത്തുന്ന സ്കൂളാണ്, ബട്ട് അവർ പെട്ടെന്ന് അത് ജോയിൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് അവർക്ക് വേണം. നാളെ പാരന്റ്സ് ആരെങ്കിലും ചോദിച്ചാൽ ഇവർക്ക് വോയിസ് ഇല്ലാതെ അവരത് സ്കൂൾ അടച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പോയതല്ലോ. നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്കൂളാണ്. 35 സ്റ്റുഡൻസോളം ഉണ്ട്. അപ്പൊ ഡേ കെയർ ഒക്കെ തുടങ്ങാൻ പറ്റുമോ? പിന്നെന്താ, ഡേ കെയർ ചെയ്യാലോ. ഡേ കെയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്ന പാരന്റ്സിനാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ക്വാളിഫൈഡ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഡെഫിനറ്റ്ലി നമ്മളുടെ അടുത്തേക്ക്. കാരണം ഇത് ഒരു സിസ്റ്റമാറ്റിക് വേയിലുള്ള ഒരു കുട്ടികളെ നോക്കുന്ന ഒരു സെഷനാണ്. അല്ലാതെ ഒരു എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ട് ഡേ കെയർ സാധാരണ ആളുകൾ തുടങ്ങുന്ന പോലെയല്ലല്ലോ.
നമുക്കറിയാം കുട്ടിക്ക് കുട്ടിയുടെ നീഡ്സ് അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുള്ളൂ ഡേ കെയറിലാണെങ്കിലും. സോ ആ ടീച്ചർ, പിന്നെ LKG UKG പഠിപ്പിക്കാനാണെങ്കിൽ B.Ed ആണോ? ഞാനത് ഒരു ഫ്രണ്ടോട് ചോദിച്ചപ്പോ LP സ്കൂളാണ്. അപ്പൊ അത് B.Ed ഉള്ളവരെയാണ് അവര് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ LKG UKG പഠിപ്പിക്കാൻ ഈ മോണ്ടിസറി കോഴ്സ് അല്ലേ B.Edനെക്കാളും കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളത്? അത് ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെ ചിന്തിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ പേപ്പറിൽ ക്വാളിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ സാധാരണ മറ്റുള്ള മാനേജ്മെന്റ് സ്കൂളുകൾ CBSE ICSE ഒന്നും B.Edകാരെ അല്ല പ്രിഫർ ചെയ്യുന്നത്. അവര് മോണ്ടിസോറി കഴിഞ്ഞവരെയാണ്. അവരുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക് കൊടുക്കാറ്. ഇത് പ്രൈവറ്റ് ആണ്. CBSE ഉണ്ട്, പിന്നെ ഇതിൻ്റെതും ഉണ്ട്, ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് സിലബസും ഉണ്ട്. സോറി, അതെ, ഗവൺമെന്റ് സ്കൂളും ഉണ്ട്. അതുപോലെ CBSE സിലബസും കൂടിയാണ് ആ സ്കൂളിൽ. മാം പിന്നെ ഉണ്ടല്ലോ, മാം ഞങ്ങളോട് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഓൾറെഡി സ്കൂളിൽ പോയി ചോദിച്ചു ഇന്റേൺഷിപ്പിന്റെ കാര്യം. അവര് മൺഡേ തുടങ്ങി സ്റ്റാർട്ട് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടീച്ചിങ് മാനുവലും ഇതൊക്കെ പ്രിപ്പയർ ചെയ്യണം. അതിന്റെ ഫോർമാറ്റ് ഒക്കെ എങ്ങനെയാ? നമ്മള് സ്വന്തമായിട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫോർമാറ്റ് അല്ലെങ്കിൽ? ടീച്ചിങ് മാനുവലിന്റെ ഫോർമാറ്റ് ഷെയർ ചെയ്യാം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വേറെ 2 അറ്റൻഡൻസിനുള്ള ഒരു ഷീറ്റും അല്ലാതെ നിങ്ങളുടെ ഒരു ഗ്രേഡിംഗ് ഷീറ്റും അയച്ചു തരാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നതിന് മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോൺടാക്ട് ചെയ്യണം. പിന്നെ ആരെങ്കിലും പോയി തുടങ്ങിയോ? ഞാൻ പ്രിൻസിപ്പലിനെ പോയി കണ്ട് സംസാരിച്ചു. അത് ഇന്ന് തുടങ്ങി ചെല്ലാൻ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മൺഡേ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞു മൺഡേ തുടങ്ങി ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മാമിന്റെ ക്ലാസ് ഇന്ന് എന്തായാലും ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ ഒന്നും കൂടെ കൺഫേം ചെയ്തതിന് ശേഷം പോയി തുടങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. വേറെ ആരെങ്കിലും പോയി തുടങ്ങിയ? കാരണം വേറെ ഒന്നുമല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ വരും ടീച്ചിങ് പ്രാക്ടീസ്. ഫാത്തിമ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നത് പുറത്തേക്ക് പോകാനുള്ളത് കൊണ്ടാണോ? അത് പോകുന്നതിന് മുമ്പ് ചെയ്തു വെക്കാനാണോ? ആയിരുന്നു ഫാത്തിമയായിരുന്നു അത്? അതെ അതെ. അല്ല, കാരണം ചിലപ്പോ ചില ഇൻസ്ട്രക്ഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരും. ഫാത്തിമയുടെ കുഴപ്പമില്ല, കാരണം ഇങ്ങനെ പോകേണ്ടത് കൊണ്ടാണല്ലോ. അത് ഒരു സംശയം കൂടെ. പിന്നെ LKG UKG ഇപ്പൊ എന്റെ മോള് പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളിലാണ്. അപ്പൊ നമുക്ക് അവിടെ തന്നെ കയറാൻ പറ്റുമോ? തീർച്ചയായിട്ടും അവരോട് ചോദിക്കുക, അവര് ഓക്കെ ആണോ എന്നുള്ളത് ചോദിച്ചിട്ട് അവിടെ ചെയ്യാം. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അവിടെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഒരു ബാച്ചില് ഒരു കുട്ടി ഗവൺമെന്റ് സ്കൂളിൽ ചെന്നപ്പം നല്ല പോലെ അത് അവിടെ ചെയ്തു. അവർ അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ബട്ട് ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ എവിടെയാണോ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. ഇന്ന് മുതൽ ഇന്ന് വരെ ഇത്ര ദിവസം ഇവിടെ പ്രാക്ടീസ് ചെയ്തു, their conduct and character are good എന്ന് പറഞ്ഞിട്ട് ആ സ്കൂളിൽ നിന്ന് അവർ ഡിനൈ ചെയ്തു. ഞങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റില്ല. ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് അവർക്ക് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവുമല്ലോ. അവരുടെ ലെറ്റർ ഹെഡിൽ അങ്ങനെ തരാൻ പറ്റില്ല, ഇത് ഞങ്ങൾ നിങ്ങൾക്ക് തന്നൊരു പ്രിവിലേജ് ആണ്, സോ അങ്ങനെ പ്രൊവൈഡ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ട്രെയിനിങ് ഇച്ചിരി അതൊരു ഫീലിങ്സ് ഒക്കെ ആയി. അങ്ങനെ ഒരു പ്രശ്നം ഒരു സ്കൂളിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് ആണ് കേട്ടോ. വേറെ എവിടെയും അങ്ങനെ കിട്ടിയില്ല, എല്ലാരും കൂടി പ്രൊവൈഡ് ചെയ്തു. ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ടാണ്. ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ അവിടെ. പ്രശ്നമൊന്നുമില്ല. ഞാനൊക്കെ പഠിക്കുന്ന മോണ്ടിസോറി ചെയ്യുന്ന സമയത്ത് അന്ന് PSCയും കോൾ ഫോർ ചെയ്തിരുന്നു ഗവൺമെന്റ് സ്കൂളിലേക്ക് മോണ്ടിസോറി ടീച്ചർമാരെ. ഇപ്പോഴത്തെ എനിക്കറിയില്ല കേട്ടോ PSCയുടെ കാര്യങ്ങൾ. അന്ന് PSCക്ക് മോണ്ടിസോറി ടീച്ചർമാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞവരെ. ഇവിടെ സ്കൂളില് എന്റെ മോള് പഠിക്കുന്ന സ്കൂളില് 3 ടീച്ചേഴ്സ് ഉണ്ട് ഇപ്പൊ ട്രെയിനിങ്ങിന്. അവര് ഓൺലൈൻ ആയിട്ടല്ല പഠിച്ചത്, പോയി പഠിക്കുക ചെയ്തേ. അതുകൊണ്ടാണ് ഞാൻ സംശയം ചോദിച്ചത് നമുക്ക് കേറാവോ എന്നുള്ളത്. ബാച്ചിലെ പലരും പോയിട്ടുണ്ട് ഗവൺമെന്റ് സ്കൂളില്. ചിലർക്കൊരു സർവീസ് മനോഭാവം ഗവൺമെന്റ് സ്കൂളിൽ ആവശ്യത്തിന് ഫാക്കൽറ്റി ഇല്ല. സോ എനിക്ക് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ പോയ കുറെ ട്രെയിനീസും ഉണ്ട് നമ്മുടെ കൂടെ. ഈ ഒരു സ്കൂളിലത്തെ ഒരു ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞതാ, ഇവർ പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ്. ഓക്കെ റീന എന്താ ചോദിക്കുക? ഇപ്പൊ രാജഗിരി ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റർ കൺസേൺ ഒക്കെ, ഞാൻ ആക്ച്വലി അവരുടെ ഒരു സിസ്റ്റർ കൺസേൺ
സ്കൂളിലാണ് വർക്ക് ചെയ്തത്, ആലുവയിലെ ജീവസ് CMI. അപ്പൊ അവരുടെ ഈയിടെയായിട്ട് ഒരു ഇത് നോട്ടീസ് വന്നായിരുന്നു, ലൈക്ക് ഗ്രാജുവേറ്റ് വിത്ത് TTC ഓർ മോണ്ടസോറി ട്രെയിനിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പെസിഫിക്കലി അവരത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, മോണ്ടസോറി എന്ന് പറഞ്ഞിട്ട്. അപ്പോ മിസ് ഇപ്പൊ പറഞ്ഞില്ലേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് തരുന്ന, നമ്മള് പഠിപ്പിക്കേണ്ട രീതിയാണോ ഇൻസ്ട്രക്ഷൻസ് തരുന്നത്? കാരണം ഞാനൊരു സജഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, വേറൊന്നുമല്ല. ഈ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിൽ പോകുമ്പോൾ ക്ലാസ് നടക്കുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സസ് നഷ്ടപ്പെടുവല്ലേ, നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണേണ്ടതായിട്ട് വരുന്നു. ചിലർക്ക് റെക്കോർഡ് ക്ലാസ് താല്പര്യമില്ല, ലൈവ് ക്ലാസ് ആണ് ഇഷ്ടം. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മിനിമം 10 days, മാക്സിമം 15 വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു ടീച്ചിങ് പ്രാക്ടീസ്. അപ്പൊ അത്രയും ദിവസം ക്ലാസ് സസ്പെൻഡ് ചെയ്യും, ക്ലാസ് ഉണ്ടാകില്ല ഞങ്ങൾക്ക്. ഒരു കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ എല്ലാ ട്രെയിനീസും ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന ആ ഡേയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം, ആ ഡേയിൽ തന്നെ എൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിത് പോസിബിൾ ആവുള്ളൂ. അത് എല്ലാരും പാരലലി ഒരുമിച്ച് പോകണം. ഇപ്പൊ മറീന ഓൺലൈൻ ആയതുകൊണ്ട് I don't think it is possible, right? അല്ല, എല്ലാവർക്കും ഒരുമിച്ച് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫറെന്റ് ടൈമിലായിരിക്കില്ലേ പോകുന്നത്? അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ കോഴ്സിന്റെ ഒരു ഏതാണ്ട് മോഡ്യൂൾ 1 തീരാറാവുമ്പോൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ആ ഒരു ഡേറ്റിൽ തന്നെ എല്ലാ ട്രെയിനിങ് പ്രിപ്പയർഡ് ആയിട്ട് അങ്ങോട്ട് പോവാൻ റെഡി ആവണം ടീച്ചിങ് പ്രാക്ടീസിന്. അങ്ങനെയാവുമ്പോൾ നിങ്ങളുടെ അത്രയും ദിവസത്തെ ക്ലാസ്സസ് നടക്കില്ല. സോ നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസ് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ഇടയ്ക്ക് വന്ന റെക്കോർഡ് ക്ലാസ് കാണുക, അതിൽ പറയുന്ന അസൈൻമെന്റ് ആക്ടിവിറ്റി ചെയ്യാൻ പോവുക, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. റിലാക്സ്ഡ് ആയിട്ട് അതിൽ തന്നെ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാം. ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. ആ ഒരു സജഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതാവുമ്പോൾ നമ്മുടെ കോഴ്സിനെയും ബാധിക്കില്ല. ഇത് ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ പലർക്കും കണക്ഷൻ കിട്ടില്ല, എന്താണ് ക്ലാസ്സിൽ നടക്കുന്നത്, അങ്ങനെ ആ ഒരു പ്രശ്നം വരുമായിരുന്നു. അപ്പൊ നൈറ്റ് ക്ലാസ് ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ആ പ്രോബ്ലം വന്നില്ല. അവർ പകല് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നു, രാത്രി വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അവർക്ക് വലിയ ഇഷ്യൂ ഉണ്ടായില്ല. പക്ഷെ ഡേ ടൈമിലെ ക്ലാസ്സുകാർക്ക് അങ്ങനെ ഞാനൊരു സജഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള ബാച്ചിന് ചിലപ്പോ അതെന്നുള്ള രീതിയിൽ പറയും. ഫാത്തിമയുടെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഫാത്തിമയ്ക്ക് ഇങ്ങനെ പോകണം, അതുകൊണ്ട് പോണതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാം എന്നുള്ള രീതിയിൽ. അല്ലാതെ ആണെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അത്രയും ദിവസം ക്ലാസ് സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ക്ലാസ് ചെയ്താൽ നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് അതാണ് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ അതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മിസ്, അപ്പൊ ആ സമയത്ത് പോസിബിൾ അല്ല ഇപ്പൊ ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞ ഇപ്പൊ മാനുവൽ മാത്രമല്ല ബാക്കി എന്തെങ്കിലും ഞങ്ങൾ ചെയ്യേണ്ടതാണോ? ലൈക്ക് ഇപ്പൊ എന്താണ് പഠിപ്പിക്കേണ്ടത്, എന്ത് രീതിയാണ്, അതൊക്കെ ലൈക്ക് മോണ്ടസോറി മെത്തേഡ് അറിയാം, ബട്ട് അവിടെ പോയിട്ട് സ്റ്റാർട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഒരു ഐഡിയ ഒന്നും ഇല്ല. ഒരു ഐഡിയ ഇല്ല. അതിനെ കുറിച്ച് ബോദർ ചെയ്യണ്ട. നമ്മൾ ആ അറ്റ്മോസ്ഫിയറിലേക്ക് ചെല്ലും. നമ്മൾ ശരിക്കും ബ്ലാങ്ക് ആയിട്ട് ചെല്ലുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മുടെ മനസ്സിലെ പല പല ആക്ടിവിറ്റീസ് ചെയ്യിക്കാനുണ്ടാകും. മേ ബി ഒരു 10 ആക്ടിവിറ്റി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടാവും. അവിടെ ചെന്ന് മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർക്കനുസരിച്ച് നമ്മൾ മാറ്റണം. അവിടെയാണ് നമ്മുടെ കഴിവ്. അവർക്കനുസരിച്ച് നമ്മൾ പ്ലാൻ മാറ്റുക. അതുകൊണ്ടാണ് മോണ്ടിസോറി മെത്തേഡിലെ ലെസൺ പ്ലാൻ ഇല്ല, ടീച്ചിങ് മാനുവൽ ഉള്ളൂ എന്ന് പറയുന്നത്. ടീച്ചിങ് മാനുവൽ നമ്മൾ എഴുതുന്നത് ആഫ്റ്റർ ദ ക്ലാസ് ആണ്. ബിഫോർ ദ ക്ലാസ് ചെയ്യുന്ന പരിപാടിയാണ് ലെസൺ പ്ലാൻ. കാരണം ടീച്ചർ പ്ലാൻ ചെയ്യുന്നു, ഞാൻ ഇന്നെന്താ പഠിപ്പിക്കുന്നതെന്ന് പ്ലാൻ ചെയ്യുന്നു, അത് നടക്കുന്നു. അതാണ് ലെസൺ പ്ലാനിൽ വരുന്നത്. പക്ഷെ ടീച്ചിങ് മാനുവൽ ലെസൺ പ്ലാൻ അത് നമ്മള് പ്ലാൻ ചെയ്യും. ബട്ട് സം സ്കൂൾസ് അവര് പറയുമല്ലോ ലൈക്ക് ഇന്നതാണ് പഠിപ്പിക്കേണ്ടത്. ഞാൻ ഇന്റേൺഷിപ്പിന് മോളുടെ സ്കൂളിൽ പോയപ്പം അവരെന്റെ അടുത്ത് പറഞ്ഞു ടീച്ചിങ് എയ്ഡ് പ്രിപ്പയർ ചെയ്യണം, അത് കമ്പൽസറി ആണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് സ്മാർട്ട് ക്ലാസ് ആണ്, അപ്പൊ വെർച്വൽ ആണെന്നുണ്ടെങ്കിലും സ്ലൈഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ടി വിയിൽ കണക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാന്നുള്ള രീതിയിൽ പറഞ്ഞു. അവർക്ക് തലേ ദിവസം നമുക്ക് പോർഷൻസ് തരും. അത് അവർക്ക് UKG 3 ഡിവിഷൻ ഉണ്ട്. അപ്പൊ 3 ഡിവിഷനിലും ഒരേ ലെവലിലാണ് ക്ലാസ് പോകുന്നത്. പാരലൽ ആയിട്ട് തന്നെ സെയിം പോർഷൻസ് ആണ്. അപ്പം ഒരു പോർഷൻ എനിക്ക് തന്നു കഴിഞ്ഞാൽ ആ സെയിം ഡേ തന്നെ 3 ഡിവിഷനിൽ മാറി മാറി സെയിം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനുള്ള ടീച്ചിങ് എയ്ഡ് ഫസ്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പൊ അവര് തരും എന്ത് കണ്ടന്റ്സ് ആണ് അവര് തരും, എന്തൊക്കെ എടുക്കണ്ടേന്ന് തരും. നമ്മൾ മോള് പഠിക്കുന്നത് UKG-യിലാണ്. അവളുടെ പോർഷൻസ് തന്നെയാണ്. അപ്പൊ ബുക്ക് വേറെ സ്പെഷ്യലി തരേണ്ടതില്ലല്ലോ, പോർഷൻസ് തലേ ദിവസം പറഞ്ഞു തരാന്നാണ് പറഞ്ഞത്. ഏത് സബ്ജക്റ്റാ എടുക്കാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ സബ്ജക്റ്റും ഹാൻഡിൽ ചെയ്യാൻ പറ്റും UKG-യിലെ സ്റ്റുഡൻസിനെന്ന് പറഞ്ഞാൽ അത്രയ്ക്കല്ലേ ഉള്ളൂ. അപ്പം ഇപ്പൊ മോളുടെ ആണെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതാണല്ലോ, അപ്പൊ എനിക്കറിയാം അവരുടെ പോർഷൻസ് ഓൾമോസ്റ്റ് അറിയാം. അപ്പം ഞാൻ പറഞ്ഞു ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഓക്കെ, തലേ ദിവസം പോർഷൻസ് കുറിച്ച് പറഞ്ഞു തരാം, എന്നിട്ട് പിറ്റേ ദിവസത്തിന് വരുമ്പോൾ ടീച്ചിങ് എയ്ഡ് പ്രിപ്പയർ ചെയ്തിട്ട് വരണം. അത് വെർച്വലായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കുമല്ലോ. അപ്പം അവർക്ക് ടിവിയിൽ ഇങ്ങനെ ബോറിംഗ് ആയിട്ടുള്ള ടൈമിൽ കാർട്ടൂൺ ഒക്കെ ഇട്ട് കാണിച്ചു കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല, അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ആയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്കൂൾ. ചില സ്കൂളുകാർ നമുക്ക് ഫുൾ ഫ്രീഡം തരും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യിക്കാന്ന് പറയും. ചിലർ പറയും ഈ പോർഷൻസ് പഠിപ്പിച്ചാൽ മതി എന്ന് പറയും. ഇപ്പം ഫാത്തിമ പോയെടുത്ത് അവർ ടോപ്പിക് കൊടുക്കും, സോ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. മറ്റേത് എന്തും നമുക്കൊരു ഫ്രീഡം തരുവാണെങ്കിൽ വി ക്യാൻ ഡു ലൈക്ക് ദാറ്റ്. കുട്ടികളുടെ ആ ഒരു പൾസ് അനുസരിച്ച് നമുക്ക് പല ആക്ടിവിറ്റീസും ചെയ്യിക്കാം. അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു ട്രെയിനിൽ പോയത് അവര് ആൽഫബറ്റ്സ് പഠിപ്പിക്കാനായിട്ട് അവര് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയിരുന്നു, ആക്ഷൻ സോങ്ങിലൂടെയും സ്റ്റോറിയിലൂടെയും. പക്ഷെ സ്റ്റോറി കുട്ടികൾ അധികം ഇൻട്രസ്റ്റ് കാണിച്ചില്ല, ആക്ഷൻ സോങ് അവർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അവർ റിപ്പീറ്റ് ചെയ്ത് അത് തന്നെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആ ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ ട്രെയിനിക്ക് മനസ്സിലായി കുട്ടികളുടെ ഇൻട്രസ്റ്റ് എന്തിലാന്നുള്ളത്. പിന്നീടുള്ള ആക്ടിവിറ്റീസ് എല്ലാം അതിനനുസരിച്ച് മാറ്റുമായിരുന്നു. അപ്പൊ പ്രയർ അവര് തരുമായിരിക്കും അല്ലെ, പോർഷൻസ് ലൈക്ക് ദിസ് ഹാസ് ടു ബി ടേക്കൺ. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് ഡിഫറെന്റ് മെത്തേഡ്സിൽ നമ്മൾ വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. പിന്നെ അവര് കൂടുതലായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാനല്ലേ പറ്റുള്ളൂ. പിന്നെ അവര് പറയാണ് നിങ്ങൾ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യണമെന്ന്, നമ്മളത് ചെയ്തേ പറ്റൂ. ഇനി അതല്ല നിങ്ങളുടെ രീതി എന്താ അതുപോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ടീച്ചിങ് മാനുവൽ ലെസൺ പ്ലാൻ. ഹൗ ടു ഇൻട്രൊഡ്യൂസ്, ഐ മീൻ ഞാൻ ടോട്ടലി ബ്ലാങ്ക് ആണ്. നമ്മള് ക്ലാസ്സിൽ ചെല്ലുമ്പോ ഒരു രീതി ഉണ്ടാവില്ലേ? ഞാൻ കണ്ട ഒരു വീഡിയോ ആണ്, ഞാൻ ഇങ്ങനെ ഒരു ഡെമോ ക്ലാസ് കണ്ടിരുന്നു. അതിനകത്ത് ഒരു മാം ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ്, ഫ്രണ്ടില് കുട്ടികളൊന്നും ഇല്ലാന്ന് തോന്നുന്നു, ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ് ആണ്. അപ്പൊ അതിനകത്ത് വരുന്നത് ഹായ് ബട്ടർഫ്ലൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കയ്യിലെടുക്കുന്ന രീതിയിൽ ഹൗ ആർ യു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. എന്നിട്ട് ആ മാം ഇങ്ങനെ ഭയങ്കര ചാമിങ് ആണ്, എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഭയങ്കര എനർജൈസ്ഡ് ആയിട്ട് ഭയങ്കര സ്മൈലായിട്ട് ഫേസിൽ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ, നമ്മൾ കുട്ടികളല്ലെങ്കിൽ പോലും നമുക്ക് തന്നെ ആ ക്ലാസ് ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. അങ്ങനെ കുട്ടികളെ കയ്യിലിരിക്കുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇന്റേൺഷിപ്പ് പോണ കാര്യം ആലോചിച്ചപ്പോൾ തന്നെ ജസ്റ്റ് വീഡിയോസ് ഇങ്ങനെ നോക്കിയായിരുന്നു യൂട്യൂബില്. അപ്പൊ മോണ്ടിസോറിയുടെ തന്നെ പല നമുക്ക് കാണുമല്ലോ ഓൺലൈനിൽ, മോണ്ടിസോറിയുടെ ഇപ്പൊ ഗ്രേസ് അക്കാഡമി എന്നൊക്കെ പറഞ്ഞ പല അക്കാഡമീസിന്റെയും ഡെമോ ക്ലാസ്സുകൾ അവരിടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നോക്കിയപ്പോ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ എങ്ങനെ കൊടുക്കണ്ടെന്നുള്ളതൊരു ഇതിങ്ങനെ കണ്ടായിരുന്നു. ഇതിനാണ് ഞാൻ നിങ്ങളെ കൊണ്ട് സൈൻ ഇൻ ചെയ്യിക്കുന്നത്. പക്ഷെ സൈൻ ഇൻ പലപ്പോഴും ഡീവിയേറ്റ് ചെയ്ത് പോവാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിഷ് ചെയ്യുന്നത് നമ്മളുടെ യുണീക്ക് സ്റ്റൈലിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുട്ടികളെ നമുക്ക് പെട്ടെന്ന് എവറി ടൈം ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിൽ നല്ലത് നിങ്ങളൊരു ആക്ഷൻ സോങ്ങിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്ഷൻസിലൂടെയോ നമ്മൾ വിഷ് ചെയ്ത് വരുമ്പോഴേക്കും അവർ പെട്ടെന്ന് തന്നെ അതിലങ്ങ് ഇൻവോൾവ് ആകും. അവർ പെട്ടെന്ന് നമ്മളുമായിട്ട് അങ്ങ് കണക്ട് ആവും. പിന്നെ നമ്മൾ എന്ത് പറയുന്നു അത് അവർ ഫോളോ ചെയ്തോളും. അതാണ് ഈ സൈനിന്റെ പ്രത്യേകത. ഒരു ടീച്ചർ പറഞ്ഞിരുന്നല്ലോ, അങ്ങനെ അതിന്റെ ഒരു പിക്ചർ വെക്കും, വേവ് ചെയ്യുന്നതാണെങ്കിൽ ഏതാണോ കുട്ടിക്ക് ഇഷ്ടം അത് ടച്ച് ചെയ്യുക. ആ രീതിയിൽ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഒരു കണക്ഷൻ. ഹഗ് ചെയ്യുന്നതാണെങ്കിൽ ഹഗ് ചെയ്യുന്നു, വേവ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് കൈ തമ്മിൽ ഇങ്ങനെ ചേർക്കുന്നതാണെങ്കിൽ അങ്ങനെ. ആ രീതിയിൽ നമ്മൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് പലതും ചെയ്യാം. സൈനിങ് നിങ്ങളെ കൊണ്ട് ചെയ്യുന്നതിന് മെയിൻ ഉദ്ദേശം അതാണ്. പക്ഷെ പലപ്പോഴും സൈനിങ് തോട്ട് ഓഫ് ദ ഡേ പറഞ്ഞ് അങ്ങനെ പോകും. ഞാൻ ചോദിച്ചതിന്റെ ഉദ്ദേശം ലൈക്ക് നമ്മളിപ്പോ ക്ലാസ്സില് വലിയ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ വി ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ് ആസ് ഐ എം യുവർ ന്യൂ ടീച്ചർ, നമ്മുടെ പേര് ഇങ്ങനെ. ബട്ട് കുഞ്ഞു കുട്ടികളാവുമ്പോ വി കാൻ ഡു ദാറ്റ്. എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ആണെങ്കിൽ മാത്രമല്ല ദേ വിൽ അക്സെപ്റ്റ് us. അപ്പൊ നമ്മള് പോകുമ്പോ തന്നെ ഒരു സോങ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണോ മിസ് ഉദ്ദേശിച്ചത്, ലൈക്ക് സൈൻ ഇൻ എന്ന് പറഞ്ഞത്? ആക്ച്വലി എനിക്ക് റീനയുടെ കൺസേൺ മനസ്സിലായി. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്
നമുക്കൊരു പ്രീ പ്ലാൻ ചെയ്ത് ഇങ്ങനെ കുട്ടികളെ വിഷയം എന്ന് വിചാരിച്ച് പോകാനായിട്ട് പറ്റില്ല. നമ്മളവിടെ ചെല്ലുമ്പോ കാണുന്ന ആ ഫേസിന്റെ അവരുടെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് നമ്മളുടെ രീതി ഒന്ന് മാറ്റിയാൽ മതി. ലൈക്ക് ആദ്യമേ തന്നെ ഒന്നില്ലെങ്കിൽ ആദ്യം അവരെ പരിചയപ്പെടാം, അല്ലെങ്കിൽ ആദ്യമേ എന്റെ പേരെന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ തന്നെ അവര് ചോദിക്കും എന്താ പേരെന്ന് അവർ ഇങ്ങോട്ട് ചോദിക്കും. നമ്മളിങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഞാനും കൂടെ വന്നോട്ടിരുന്നു, എന്തെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ട് ഇന്ന് കുറച്ചു നേരം നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാം. എന്താ കൂടുതൽ ഇഷ്ടം, കഥ കേൾക്കാനാണോ, പാട്ട് കേൾക്കാനാണോ, ആക്ഷൻ സോങ് ആണോ, ഡാൻസ് ആണോ എന്നൊക്കെ ചെയ്യും. അപ്പൊ അവര് കുറെ മറുപടി പറയും. അവർക്ക് ചിലപ്പോ കഥകൾ പറയാനുണ്ടാവും ഇഷ്ടം പോലെ. നമുക്കൊന്ന് പരിചയപ്പെടാം, നിങ്ങൾ നിങ്ങളുടെ പേരൊന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ പേര് പറയും. അപ്പൊ അവര് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും. ആദ്യം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിന് മുമ്പ് തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് അവരുമായിട്ടൊരു കണക്റ്റഡ് ആയി വരുമ്പോഴേക്കും അവര് തന്നെ വന്ന് ചോദിക്കും. അവരെ ഒന്ന് മനസ്സിലാക്കും. ഞാൻ പ്രിൻസിപ്പലിനോട് ചെന്നപ്പോ പറഞ്ഞായിരുന്നു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്നുള്ളത്. കംപ്ലീറ്റ് ഇംഗ്ലീഷാണ് ഒന്നാമത്തെ കാര്യം. ടീച്ചേഴ്സ് തമ്മിൽ പോലും മലയാളം സംസാരിക്കാൻ പാടില്ല. ഫ്രീ ടൈമിലാണെങ്കിലും കംപ്ലീറ്റ് ഇംഗ്ലീഷിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം പ്രിൻസിപ്പലിനോട് ചെന്നപ്പോ തുടങ്ങിയ ആൾ ഇംഗ്ലീഷിലാണ് നമ്മളോട് ഇങ്ങോട്ട് സംസാരിച്ചത്. അപ്പം സ്വാഭാവികമായിട്ട് തിരിച്ചും ഇംഗ്ലീഷിൽ തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര ടെൻഷനാണെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞത് എന്റെ അടുത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അത് ആ സിസ്റ്റത്തിലോട്ട് കയറി കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ആ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാവും. അല്ലാതെ ഇപ്പോഴേ ടെൻഷൻ അടിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല. അത് ആ വഴിക്ക് അങ്ങോട്ട് പോക്കണം. ആകെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ലാംഗ്വേജ് മാത്രം. ലാംഗ്വേജ് വേറെ മലയാളം നമ്മൾ തീരെ യൂസ് ചെയ്യരുത് എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ പോലെ തന്നിട്ടുണ്ട്. ഓക്കെ, അത് നല്ല കാര്യം തന്നെയാണ്. ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി, യൂസ് ഇറ്റ് മാക്സിമം. പിന്നെ റീന അങ്ങനെ ടെൻഷൻ വേണ്ട. ലൈക്ക് നമ്മളെ കൊണ്ടുപോക്കോളും ആ ക്ലാസ് ഇങ്ങനെ. അത് എന്താ പറയാ, അതിന്റെ രീതി അതാ. കുഞ്ഞുങ്ങളല്ലേ, ഒരു ഭയങ്കര ഇന്നസെന്റ് ആണ്. അവര് നമ്മളുടെ കൂടെ തന്നെ ആയിക്കോളും. നമ്മളുടെ ഒരു ചാമിങ് ഫേസ്, നമ്മളുടെ പ്ലേസിങ് ഫേസ് കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര പുതിയൊരാളെ കാണുന്നതിന്റെ സന്തോഷവും ഒക്കെ അവരിൽ ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതെങ്ങനെ വരും, നമ്മളിലത് വന്നോളും. ആക്ച്വലി വർക്ക് ചെയ്യുന്ന സമയത്തും വലിയ പിള്ളേരെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ ഇത്രയും സ്മോൾ കിഡ്സിനെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടില്ല. ഞാൻ ഓഫീസ് വർക്കാണ് ചെയ്തത്. ഐ യൂസ് ടു പിന്നെ ഈ കുറെ പിള്ളേരായിട്ട് ഇത് ഐ മീൻ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഐ ഹാഡ് ടു ടേക്ക് ദം ടു ഹോസ്പിറ്റൽ. അങ്ങനെ കുറെ ഇൻസിഡൻസ് വന്നിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ ഇത്രയും കുഞ്ഞു പിള്ളേരെ ഹാൻഡിൽ ചെയ്തതിൽ ഇതില്ല. എന്നാലും നമ്മുടെ ഇതുവരെ പോയ ട്രെയിനീസ് ആരും എന്താ പറയാ ബുദ്ധിമുട്ടിയിട്ടില്ല ഈ ഒരു കാര്യത്തിൽ കേട്ടോ. കാരണം നമ്മളെ കുട്ടികൾ അത്രയും ആക്സെപ്റ്റ് ചെയ്യും. അതൊരു വേറൊരു രീതിയാ. കുട്ടികളെ നമ്മൾ തന്നെ ഏറ്റെടുത്തോളൂ, നമ്മള് കുട്ടികളെ ഏറ്റെടുക്കണ്ട. അതുപോലെ അവര് അത് ക്ലാസ്സുമായിട്ട് അവര് മേർജ് ആയിക്കോളും. നല്ലൊരു ഗോയിങ് വിത്ത് ദ ഫ്ലോ. എങ്ങനെ എഴുതാനും കൂടെ ഒന്ന് പറഞ്ഞുതരാമോ ബ്രീഫ് ചെയ്തിട്ട്? യെസ്, ഞാൻ അത് ഷെയർ ചെയ്തേക്കാം നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക്. കാരണം നിങ്ങൾ ആരെങ്കിലും പോയി തുടങ്ങാറുള്ള ഒരു കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി, ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. മിസ് ഡ്രസ് കോഡ് പറയുന്നുണ്ടല്ലോ. യെസ്, എന്താ പറയുന്ന ഡ്രസ് കോഡ്? അപ്പൊ നമ്മള് യൂണിഫോം വേണോ? ഓഫ്ലൈൻ പഠിക്കുന്നവർക്ക് യൂണിഫോം ഉണ്ടല്ലോ. അപ്പൊ ഉണ്ട്. ഞങ്ങള് ഹോളിഡേ ബാച്ച് ആയിരുന്നു, ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ടായില്ല. ഞങ്ങളുടെ റെഗുലർ ബാച്ചുകാർക്ക് യൂണിഫോം ഉണ്ടായിരുന്നു. അവർ ക്ലാസ്സിൽ വരുന്നതും അങ്ങനെ തന്നെയായിരുന്നു, സാരി ആയിരുന്നു കേട്ടോ. ഓക്കെ, സോ നിങ്ങളെന്താ സിമ്പിൾ ഡ്രസ് ഇത്രയും പോരെ? അല്ലാണ്ട് അവരെന്തെങ്കിലും പറയുന്നുണ്ടോ? സ്കൂളിൽ നിന്ന് എന്തെങ്കിലും പറയുന്നുണ്ടോ? സ്കൂളിൽ നിന്ന് ട്രെയിനിങ്ങിന് ഉള്ള ഡ്രസ് എന്ന് പറഞ്ഞായിരുന്നു. ആണോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കുന്ന ഡ്രസ്. നമുക്ക് യൂണിഫോം ഇല്ലാന്ന് അവരെ അറിയിക്കും, എന്തായാലും ഇൻഫോം ചെയ്യും. അപ്പൊ അവര് പറയുമല്ലോ എങ്ങനത്തെ വേണമെന്നുള്ളത്. സ്കൂളില് ഞാൻ കണ്ടിരിക്കുന്ന സാരീസും വേറെ ചെയ്യുന്നുണ്ട് ആൻഡ് ഡ്രസ്സും. പിന്നെ ഒരു കോട്ടാണെന്ന് തോന്നുന്നു മുകളില് ഫോർ മോണ്ടിസോറി. എക്സ്ക്യൂസ് മീ മിസ് 3 മാസമാണോ ഇതിന്റെ മിനിമം കാലാവധി? ഏതിന്റെ കാലാവധി? ഇന്റേൺഷിപ്പിന്റെ. 3 മാസം ക്ലാസ് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10 to 15 days അല്ലേ പറഞ്ഞത്?
ഞാൻ ഉദ്ദേശിച്ച 10 to 15 days. പക്ഷെ നിങ്ങൾക്ക് ഓറിയന്റേഷൻ സമയത്ത് സാർ എന്താ പറഞ്ഞിരിക്കണേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്ര ദിവസം എന്നുള്ളത് പറഞ്ഞില്ല. ആര് പറഞ്ഞത് കമ്പൽസറി ഇല്ല ഇന്റേൺഷിപ്പ് എന്നാണ് അന്ന് പറഞ്ഞത്. ബട്ട് നിങ്ങൾ ചിന്തിക്കൂ, ഇത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്നൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ആവശ്യമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പോഴേ വിചാരിച്ചത്. ഇത് ആവശ്യമുള്ളത് തന്നെയാണ്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോബിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആ ജോബ് ചെയ്യും? അത് മാത്രല്ല ടീച്ചർ, നമ്മളിപ്പോ ഇന്റേൺഷിപ്പോ ടീച്ചർ പ്രാക്ടീസോ ചെയ്ത് കഴിഞ്ഞാല് നമ്മളുടെ ആ ഒരു ഇത് കണ്ടിട്ട് പിന്നെ അത് വേക്കൻസി ഒക്കെ വരുമ്പം അവർ നമ്മളെ വിളിക്കാൻ ചാൻസ് ഇല്ലേ? നമ്മൾ അത്രയും നല്ല പോകുമ്പോഴും നിങ്ങൾ എവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു, എന്താണ് ചെയ്തതെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വാട്ട് യു വിൽ ഡു? നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ചിന്തിക്കും. എന്റെ അഭിപ്രായം കേട്ടാ ഞാൻ പറഞ്ഞത്. സോ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ ചെയ്യും? നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് എവിടെ ചെയ്തു, എന്തെല്ലാമാണ് അവിടെ ചെയ്തതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒരു ക്വസ്റ്റ്യൻ അല്ലേ? പിന്നെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർക്ക് നോ പ്രോബ്ലം. അതില് കുറച്ച് ഡേയ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസ് ആയിട്ട് കാണിക്കാം. അതൊരു പ്രശ്നമില്ല. അത് ജെനുവിൻ ആണ്. ബട്ട് നമ്മൾ ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ പറ്റൂ? മിസ്സേ, അതുപോലെ തന്നെ RST കഴിഞ്ഞ ഒരാള് പിന്നെ ആ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ, ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാൻ പറ്റുമോ? എന്ത് ചെയ്തു കഴിഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അത് ക്ലിയർ ആയില്ല. ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഉണ്ടല്ലോ. ഓക്കെ. അതും ഇങ്ങനത്തെ ഇതിലും ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, ഇപ്പൊ ഇത് മോണ്ടിസോറി അത്ര കുഴപ്പമില്ലല്ലോ, ഡിസബിലിറ്റി ഉള്ള കുട്ടികളല്ലേ നമ്മൾ കൂടുതലായിട്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞാലോ? ഓക്കെ, നോ, അത് കുഴപ്പമില്ല. എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടുമോ അവിടെ? അങ്ങനെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ? അതായത് അങ്ങനെ ചെയ്തു, അങ്ങനെ അതിന്റെ വല്ല സർട്ടിഫിക്കറ്റോ അങ്ങനെ അത് എത്ര ദിവസം? സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിൽ തന്നിട്ടില്ല. ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ തന്നിട്ടില്ല എന്ന് പറഞ്ഞ. ടീച്ചർ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചാല്, നമ്മളിപ്പം ഒരു സ്കൂളിൽ ഇന്റേൺഷിപ്പിന് പോവുകയാണെങ്കിൽ, അല്ലെ ടീച്ചിങ് പ്രാക്ടീസിന് പോവുകയാണെങ്കിൽ, നമ്മൾക്ക് അവരെ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റിയാല് അവര് വേക്കൻസി വരുമ്പോൾ തീർച്ചയായും നമ്മളെ വിളിക്കില്ലേ? അത് വിളിക്കും. അത് ഉണ്ടാവും, പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോയെടുത്ത് ഞാൻ 1 year വർക്ക് ചെയ്തു. അവരുടെ കണ്ടിന്യൂ ചെയ്യാൻ അവർ പറഞ്ഞു. എന്റെ കോഴ്സ് തീരുന്നതിന് മുമ്പ് തന്നെ അവരെനിക്ക് പേയ്മെന്റ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്റേൺഷിപ്പിനെ കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഗുണവും കൂടി ഉണ്ട്. അവര് നമ്മളിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ. അതെ. നമ്മളുടെ പ്രൊഫൈല് നമ്മൾ ചെയ്യുമ്പോൾ, അതായത് നമ്മളൊരു കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബയോഡേറ്റയിൽ അപ്ഡേറ്റ് ചെയ്യും ഈ ഒരു കോഴ്സ് ചെയ്തു. അപ്പൊ അതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ഇന്നൊരു സ്കൂളിലാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിനൊരു പ്രയോറിറ്റി ഉണ്ട്. അപ്പൊ പലരും ടീച്ചിങ് പ്രാക്ടീസിന് സ്കൂൾ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ്. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇപ്പൊ നല്ലൊരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സ്കൂൾ ആകുമ്പോൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്റെ പെർഫോമൻസിൽ അതുകൂടെ അവർ വാല്യൂ ചെയ്യുമല്ലോ, അങ്ങനെ വിചാരിച്ച് സ്കൂൾ തിരഞ്ഞെടുക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് സ്കൂൾ സെലക്ട് ചെയ്യാം. ഇതാണ് ടീച്ചിങ് മാനുവലിന്റെ ഫോമാറ്റ്. ഓക്കെ, നമ്മൾ ഓരോ ദിവസവും ഓരോ ഷീറ്റായിട്ട് ഇത് എഴുതുക, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ ഓരോ പേജ് ആയിട്ട് എടുത്തിട്ട് വളരെ കുറച്ച് എഴുതിയാൽ മതി. ഭയങ്കര ലെസൺ പ്ലാൻ പോലെ കാര്യമായിട്ടൊന്നും വേണ്ട. ഡേറ്റ് ഇവിടെ എഴുതുക, ഏത് ക്ലാസ്സിനാണ് നിങ്ങൾ പോയത്, LKG ആണെങ്കിൽ LKG, UKG ആണെങ്കിൽ UKG, പിന്നെ സബ്ജക്ട് മാത്സ് ആണെങ്കിൽ അത്. ഇനി അത് തിമാറ്റിക് ആയിട്ടാണ് ചെയ്തത്, മാത്സിൽ എന്തെങ്കിലും
റൈംസ് യൂസ് ചെയ്ത് അവരെ കൗണ്ടിങ് പഠിപ്പിച്ചു, അതങ്ങനെ എടുക്കാം. ഇനി അഥവാ സ്കൂളാണ് പ്രൊവൈഡ് ചെയ്തതെങ്കിൽ അവരുടെ ടെക്സ്റ്റിലെ ഏത് ലെസൺ അങ്ങനെ എഴുതാം. അതാണ് സബ്ജക്ട് ഓർ തീം ഓർ ലെസൺ എന്ന് 3 കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഏത് രീതിയിലാണ് നമ്മൾ അന്നത്തെ ദിവസം ക്ലാസ് എടുത്തെന്നുള്ളത്. പിന്നെ ലേണിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുക. അപ്പൊ മാത്സിലെ കൗണ്ടിങ് ആണ് നമ്മൾ ചെയ്യിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പൊ 1 കൊടുത്തിട്ട് കൗണ്ടിങ് നമ്പേഴ്സ് അങ്ങനെ എന്തെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. ഭയങ്കര കഥ പറഞ്ഞു അങ്ങനെ ഒന്നും എഴുതണ്ട. അതിന്റെ റിസൾട്ട് നമുക്ക് എന്താ കിട്ടേണ്ടത്, നമ്മുടെ എക്സ്പെക്റ്റഡ് റിസൾട്ട് എന്താ? കുട്ടികൾ കൗണ്ടിങ് പഠിക്കണം അല്ലെ, അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട്. ഇനി നമ്മൾ രണ്ടാമതൊരു ആക്ടിവിറ്റി കൊടുക്കുവാണെങ്കിൽ 2 ഇട്ടിട്ട് ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം. സോ അതിന്റെ റിസൾട്ട് എന്താ? കുട്ടികൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഫെമിലറൈസ് ചെയ്യണം അല്ലെങ്കിൽ ലേൺ ചെയ്യണം. അതാണ് നമ്മൾ റിസൾട്ട് ചെയ്തിട്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ് ടീച്ചിങ് മാനുവലില് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, മൈ ഇവാലുവേഷൻ. ഇവിടെയാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ക്വാളിറ്റി ആയിട്ടുള്ള ഒബ്സർവേഷൻ വരുന്നത്. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു ആക്ടിവിറ്റി കൊടുത്തപ്പോൾ ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാര്യം, എന്റെ ഒബ്സർവേഷനാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന ട്രെയിനി, ആ ട്രെയിനിയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒബ്സർവേഷൻ എഴുതുക. കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്തു, അവര് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഡിമാൻഡ് ചെയ്തു, നാളെയും വേണമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് മൈ ഇവാലുവേഷൻ. അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഇതിനോട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തു, കുറച്ച് കുട്ടികൾക്ക് ആൽഫബറ്റ്സ് ആക്ഷൻ സോങ് ആണ് ഇഷ്ടപ്പെട്ടത്, കുറച്ച് കുട്ടികൾക്ക് കൗണ്ടിങ്ങിന്റെ ആക്ടിവിറ്റിയാണ് ഇഷ്ടപ്പെട്ടത്. ലൈക്ക് ദാറ്റ്. എന്താണ് നമ്മൾ ഈ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചപ്പോ നമ്മൾ എന്ത് കണ്ടു, നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോ നമ്മൾ കണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതുന്നത്. സോ കുട്ടികൾ വളരെ എൻജോയ് ചെയ്തു, അവർ പെട്ടെന്ന് തന്നെ ലേൺ ചെയ്തു, അവരിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, വീണ്ടും വീണ്ടും അവർ ഡിമാൻഡ് ചെയ്തു. ഇതെല്ലാമാണ് നമ്മൾ മൈ ഇവാലുവേഷൻ എഴുതുന്നത്. പിന്നെ എവറി ഡേ ചിലപ്പോൾ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് സൈൻ ചെയ്ത് തരാനായിട്ട് പറ്റില്ല. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനോട് കാര്യം പറയുക, എന്നിട്ട് ഫൈനൽ ഡേ സൈൻ ചെയ്താലോ ഇനീഷ്യലി ചെയ്താലോ മതി. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ കൺസേൺഡ് ആയിട്ട് വേറെ ടീച്ചർമാരെ ഇപ്പം ഏൽപ്പിക്കും. ഇപ്പൊ KG നോക്കുന്ന ഏതെങ്കിലും ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് അവരെ ചെയ്തു. അങ്ങനെ 10 days ചെയ്യുന്ന 10 days പേപ്പറിൽ ചെയ്തിട്ട് ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് അതിന് വേണ്ടിയിട്ട് വെക്കാം. ഇറ്റ്സ് അപ് ടു യു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടീച്ചിങ് മാനുവൽ. ഇതാണ് മോണ്ടിസോറിയുടെ ഒരു പ്രത്യേകത. മോണ്ടിസോറിക്ക് ടീച്ചിങ് മാനുവലേ ഉള്ളൂ, ലെസൺ പ്ലാൻ ഇല്ല. കാരണം നമ്മൾ ഒരിക്കലും മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഇതേ ഞാൻ പഠിപ്പിക്കൂ എന്നും പറഞ്ഞ് പ്രീ പ്ലാൻ ചെയ്തല്ല പോകുന്നത്. അവിടെ ചെന്ന് കുട്ടികളുടെ ആ ഒരു രീതി കാണുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്ലാസ് കൊണ്ടുപോകുന്നു. പിന്നെ നമ്മളിപ്പോ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിമാൻഡ് ചെയ്യുകയാണ്, നിങ്ങൾ ഈ പോർഷൻ എടുത്താൽ മതി, ഇങ്ങനെ എടുത്താൽ മതി, ഇതാണ് കണ്ടന്റ്, ഇതാണ് മെറ്റീരിയൽ, ഇത് വെച്ചെടുത്താൽ മതി എന്നാൽ നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇൻ ബിറ്റ്വീൻ നമ്മളുടേതായിട്ടുള്ള ചില പൊടിക്കൈകൾ നമുക്ക് ആഡ് ചെയ്യാം, നമ്മളൊന്ന് ഇംപ്രൊവൈസ് ചെയ്യാന്നല്ലാതെ അവിടെ നമുക്ക് പിന്നെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത്രയേ ഉള്ളൂ ടീച്ചിങ് മാനുവലിന്റെ ഒരു ഫോമാറ്റ്. ഇത് നിങ്ങൾ പ്രിന്റ് എടുക്കുക ഒന്നും വേണ്ട, ചുമ്മാ വരച്ചുണ്ടാക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? ടീച്ചർ ആരോ ഡിപ്ലോമക്കാർക്ക് ഏത് ക്ലാസ് വരെ പഠിപ്പിക്കാന്ന് നേരത്തെ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിപ്പോ മറ്റുള്ള സ്റ്റോപ്പ് ചെയ്യലോ. ഡിപ്ലോമക്കാർക്ക് ശരിക്കും 4th സ്റ്റാൻഡേർഡ് വരെയൊക്കെ പഠിപ്പിക്കാൻ നോ ഇഷ്യൂ. അത് ഡിപ്പെൻഡിങ് ഓൺ ദി സ്കൂൾ, ആ സ്കൂൾ ഡിസൈഡ് ചെയ്യുന്നു. കാരണം നമ്മളിപ്പോ ഡിപ്ലോമയുടെ ഇത് ചെയ്യാനായിട്ട് പോകുമ്പോൾ മേ ബി അവർ ചോദിക്കും നിങ്ങൾക്ക് ഫർദർ ക്വാളിഫിക്കേഷൻ വേറെ എന്താ ഉള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിപ്പോ കൂടുതൽ പഠിച്ചിട്ടുണ്ട്, വേറെ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പെൻഡ് ഓൺ ദി സ്കൂൾ മാനേജ്മെന്റ്. ഞങ്ങളുടെ PGക്ക് ഉണ്ടായിരുന്ന ഒരു മാം ഇറങ്ങിയ ഉടനെ തന്നെ KG തുടങ്ങിയ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള അതിന്റെ പ്രിൻസിപ്പളായി. അതേസമയം തന്നെ ടീച്ചിങ് പ്രാക്ടീസിന് ചെന്നപ്പോൾ ഡിപ്ലോമ സ്റ്റുഡൻസിനെയും 4th സ്റ്റാൻഡേർഡ് വരെയൊക്കെ ക്ലാസ് എടുക്കാൻ പറഞ്ഞു. സോ അതാ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ സ്കൂളിന്റെ അവരുടെ ഒരു രീതി. അതുപോലെ തന്നെ നമ്മൾ സ്കില്ലും നോക്കൂലേ മിസ്സേ? അതെ അതെ അതെ, ആളുടെ പൊട്ടൻഷ്യൽ നോക്കും അല്ലെ. ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് ഒരു സ്കൂള് നടക്കുന്നുണ്ട് കേട്ടോ, CBSE സിലബസ് ആണ്. അതൊരു ഫാമിലി റൺ ചെയ്യുന്ന സ്കൂളാണ്. നല്ലപോലെ കുട്ടികളും ഉണ്ട്, 6th സ്റ്റാൻഡേർഡ് വരെ ആയി. പക്ഷെ അവർക്ക് അഫിലിയേഷൻ ഒന്നുമില്ല. എന്നുവെച്ചാൽ ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ അപ്പോഴേക്കും അവർ സ്റ്റോപ്പ് ചെയ്യണം. 7 വരെയൊക്കെ അവർക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിറയെ കുട്ടികളുണ്ട്. അവിടെയുള്ള ഒരു ടീച്ചർമാരും B.Ed ഒന്നും ഉള്ള TTC ഉള്ളവരല്ല. ഈ
ടീച്ചിങ് ഇഷ്ടമായിട്ട് വന്നിട്ട് അതിന്റെ മാനേജർ സൈഡിൽ ഇരിക്കുന്നവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നവരാ. സോ അങ്ങനെയും അതൊക്കെ ഒരു മാനേജ്മെന്റിന്റെ ഡിസിഷൻ ആണ് കേട്ടോ, അതെങ്ങനെയാ വേണ്ടി എന്നുള്ളത്. ഡിപ്ലോമ ആണെന്നും പറഞ്ഞിട്ട് അവരെ KG മാത്രം കൊടുക്കുവോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ട്രെയിനീസ് പലതും എന്റെ കൂടെ പഠിച്ച പലരും 4th വരെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, 4th സ്റ്റാൻഡേർഡ് വരെ. അതിന്റെ മുകളിലേക്ക് കൊടുക്കാറില്ലെന്നേ ഉള്ളൂ. ടീച്ചർ, ഞാൻ കുറച്ച് വർഷം മുമ്പ് വീട്ടിന്റെ അടുത്തുള്ള സ്കൂളാണ്. അപ്പൊ അവിടെ ഞാൻ 6th ലും 7th ലും എടുത്തിട്ടുണ്ട് മാത്സും ഇംഗ്ലീഷ്. പാർട്ട് ടൈം ആയിട്ട് വിളിച്ചതാണ്. അപ്പൊ അവര് പെർ അവർ 100 rupees ആണ്. പക്ഷെ ഞാൻ പെർ അവർ ആയിട്ടല്ല എടുക്കാറ്. എനിക്ക് ഓവറായിട്ട് 2 hours അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സമയം നോക്കിയിട്ടല്ലായിരുന്നു എടുത്തിരുന്നത്. പിന്നെ ടീച്ചർമാരുള്ള ഫോർ എവറി ഡേ വി ഹൗ ടു പ്രിപ്പയർ, എല്ലാ ഡേക്കും അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വരണം. കാരണം നമ്മൾ ഡേറ്റ് എഴുതി അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അത് നമുക്ക് വേണ്ടിയിട്ടാട്ടോ ടീച്ചിങ് മാനുവൽ. നമുക്ക് ഫ്യൂച്ചർ റെഫറൻസ്. ഞാൻ അവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ ഒബ്സർവേഷൻ എന്തായിരുന്നു, അത് നമ്മൾ എപ്പോ വർക്ക് ചെയ്താലും മോണ്ടിസോറി മെത്തേഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഒരു സെൽഫ് ഗ്രോത്തിന് ഈ ടീച്ചിങ് മാനുവൽ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോഴും നമ്മൾ എഴുതുക. ഈ ഒരു പ്രാക്ടീസ് സമയത്ത് മാത്രമല്ല, നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴും നമ്മൾ ഇത് എഴുതി വെക്കുക. നമുക്ക് കുട്ടികളുടെ പ്രോഗ്രസ് അനലൈസ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല ഒരു റെഫറൻസ് അത്. മിസ് കൂടെ നമ്മളിപ്പോ ഇന്റേൺഷിപ്പിന് വേണ്ടി ചോദിക്കാൻ പോകുമ്പോഴും വി നീഡ് ടു ക്യാരി സംതിങ് ലൈക്ക് നമ്മൾ ചെയ്തത് ആഫ്റ്റർ ദാറ്റ് സർട്ടിഫിക്കറ്റ്സ് പോലെ അവർ നോക്കി ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലെക്ചർ മാത്രമാണ് അവർ ചോദിക്കുന്നത്, വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലെക്ചർ തന്നിട്ടുണ്ട്, ഇന്റേൺഷിപ്പ് റിക്വസ്റ്റ് ലെറ്റർ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു, അത് കൊടുത്തു. വേറെ ഒരു സാധനം ഞാൻ 10th-ന്റെയും +2-ന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് അതുപോലെ ഞാൻ ഇപ്പൊ BCom ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ 5th സെമസ്റ്റർ വരെ എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് ഒക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ കാണിക്കാലോ എന്ന് വിചാരിച്ചു. പക്ഷെ വേറെ ഒരു സർട്ടിഫിക്കറ്റ് അവർ ചോദിച്ചില്ല, ആകെ റിക്വസ്റ്റ് ലെറ്റർ മാത്രമാണ് ചോദിച്ചത്. ആശയോട് CV ചോദിച്ചു എന്ന് മെസ്സേജ് ഉണ്ട്. ഡിപ്പെൻഡ് ഓൺ സ്കൂൾ. യെസ്, അതവര് വെക്കുന്നത്. അവർക്കൊരു അഡ്മിഷൻ ഇനി എൻക്വയറി വരുമ്പോ ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക് നോക്കാനൊരു ഫയലിൽ അവർ കീപ്പ് ചെയ്യാനായിരിക്കും. വിളിക്കാലോ, ഇവിടെ പ്രാക്ടീസ് ചെയ്ത ഒരാളെ വിളിക്കുന്നതായിരിക്കില്ല അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. അതെന്നോട് പറയുകയും ചെയ്തു, പെർഫോമൻസ് നോക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാന്നുള്ള രീതിയിൽ അത് അപ്പൊ തന്നെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ പറയുകയും ചെയ്തു. ഫാത്തിമാന്റെ അത് നല്ല സ്കൂളാണ്, അതാണ്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റെക്കോർഡ് ക്ലാസ് കാണുന്നവർ എന്തായാലും ആകെ വിഷമിക്കും. ഇത് അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. നമ്മൾ വേറെ കഥ പറയല്ലല്ലോ ചെയ്തത്. താങ്ക് യു മിസ്. താങ്ക് യു സോ മച്ച്. സോ നമ്മള് പുതിയ ടീച്ചറുടെ നാട്ടിലാണല്ലേ നല്ല ഫേസ് ഒക്കെ നല്ല എന്താ പറയാ പ്ലസന്റ് ആയിട്ടുള്ള. ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നത് വിചാരിച്ചു. അശ്വതിയെ കുറിച്ച് ഭയങ്കര ക്യൂട്ടാണ്, ലവിങ് ആണ്. ബാക്കിയുള്ള ക്ലാസ്സിലൊക്കെ ഞാൻ പറയുമായിരുന്നു അശ്വതിയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ എനിക്ക് അശ്വതി കഴിഞ്ഞ ക്ലാസ്സിലാണ് വരുന്നതെന്ന് അറിയില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞേ. ഞാൻ ഒരു കോംപ്ലിമെന്റ് കൊടുത്തിരുന്നു. ആണോ? തീർച്ചയായും. നമ്മള് എന്താ പറയാ, എപ്പോഴും നല്ല കാര്യം പറയണ്ടേ, അല്ലാതെ കുറ്റം മാത്രല്ലല്ലോ. ഓക്കെ, നമ്മൾ എവിടെ വരെയായി? കഴിഞ്ഞല്ലേ? Montessori's work afterwards. സോ മറിയ മോണ്ടിസോറിയുടെ കുറെ കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കുക കേട്ടോ. അവരുടെ ആ ഒരു ചെറുപ്പകാലം, അവരുടെ അക്കാഡമിക് സമയത്ത്, അവരുടെ ഫാമിലി, അവർക്ക് പഠിക്കാനുള്ള സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടാനുണ്ടായ സാഹചര്യങ്ങൾ, അങ്ങനെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ നമുക്ക് ആ വിക്കിപീഡിയന്ന് കുറേ കിട്ടും ഇൻഫർമേഷൻസ്. പിന്നെ അവര് ഫേസ് ചെയ്ത പല പ്രശ്നങ്ങള്, ഈ ഒരു മെത്തേഡ് ചെയ്യാനായിട്ടുണ്ടായ കാരണങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട്. അതൊക്കെ ഒന്ന് വായിക്കുക. ഈ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ ഒരു ബ്രീഫിംഗ് മാത്രമേ ഉള്ളൂ. ഞാൻ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഷെറീന ടീച്ചർ മറിയ മോണ്ടിസോറിയെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് ഒരു അറിയാനുള്ള ഒരു ആഗ്രഹം വന്നിട്ട് കുറെ നോക്കിയിട്ട് കുറെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ
ഒറ്റ ചൈൽഡ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നല്ല സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് പിന്നെ ഇറ്റലിയിൽ ഫസ്റ്റ് ഫീമെയിൽ ഡോക്ടർ. അതെ. പിന്നെ അവരുടെ ഫാദർ ആർമി അങ്ങനെ എന്തോ ആയിരുന്നു അല്ലെ? അതാണ് അവരെ പഠിക്കാൻ വിടാനുണ്ടായ ആ ഒരു അത് തന്നെയാണ്. ആ ഒരു ലെവലില് ആ ഒരു സോഷ്യൽ ലൈഫ് ആയതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഓക്കെ, നമ്മളത് എന്താ പറയാ, ഹെലൻ കെല്ലറുടെ നോക്കുമ്പോഴും അറിയാം പാരന്റ്സിന്റെ സൈഡിൽ നിന്നുള്ളൊരു സപ്പോർട്ട് അല്ലെ. ഹെലൻ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണം അങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പാരന്റ്സ് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അവര് ശരിക്കും പോയി അന്വേഷിക്കുമ്പോഴാണ് ഈ പറഞ്ഞ അനീസലവനെ കണ്ടെത്തുന്നതും ഹെലന്റെ അനീസലവൻ നല്ലൊരു ഗൈഡ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി പഠിച്ചത് ഓർമ്മ വരുന്നുണ്ട് മിസ്സേ, ഹെലൻ കെല്ലർ പഠിച്ചു. യെസ്. ഓക്കെ, മോണ്ടിസോറിസ് വർക്ക്സ് ആഫ്റ്റർവേർഡ്സ്. അപ്പൊ ഇവരിതെല്ലാം ഇങ്ങനെ മനസ്സിലാക്കി ഇവർ കുറെ ബുക്സും എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മറിയ മോണ്ടിസോറിയുടെ ബുക്സിന്റെ കുറെ ലിസ്റ്റ് കിട്ടും. ചിലത് നമുക്ക് അതിന്റെ ബ്രീഫിംഗ് വായിക്കാനായിട്ട് കിട്ടും. വാങ്ങണമെന്ന് ഞാൻ പറയണില്ല, ജസ്റ്റ് അതിന്റെ ബ്രീഫിംഗ് എന്താണ് അതിന്റെ കണ്ടന്റ് വാങ്ങി വായിക്കാന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. കാരണം ഇവർ ഈ ഇറ്റാലിയൻ ആ ഒരു ഇറ്റലിക്കാരിയാണല്ലോ. അപ്പം ഇവരുടെ ആ ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷനും ഒക്കെ അതിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്റെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് തന്നെ വളരെ ചെറിയ വേർഡ്സ് ആണ് അതിനകത്ത്. വായിച്ചെടുക്കുക ബുദ്ധിമുട്ട്, പക്ഷെ രസമുണ്ട്, അത് വായിക്കാൻ നല്ലൊരു രസമാണ്. ഓക്കെ, നമ്മളിത് സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. ഓക്കെ, സ്റ്റാർട്ട്. ആരെങ്കിലും ഒന്ന് ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ഒന്ന് വായിക്കാമോ? Please, anyone? Ma'am, Montessori's work afterwards. Montessori opinion that education is not something which the teacher does, but that it is a natural process which evolves spontaneously in the human being. It is not acquired by listening to words, but by virtue of experiences in which the child acts on his environment. The teacher's task is not to talk, but to prepare and arrange a series of motifs for cultural activity in a special environment made for the child. Next paragraph, ma'am. Next paragraph. At Casa di Bambini, the prepared environment gave the children what their home lacked. Montessori had great respect for his pupils and was continuously learning from them. They were free to explore their new environment and to pick and choose those things which they wanted to work with, thus fostering independence. She made many of her own materials and was continually experimenting, modifying and adapting things as the need arose. Okay. So, Maria Montessoriയുടെ ഒരു ഒപ്പീനിയൻ പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടീച്ചർ ഇങ്ങനെ ടോക്ക് ചെയ്യുക, ടീച്ചർ ഇങ്ങനെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുന്നത് മാത്രമല്ല, അതൊരു നാച്ചുറൽ പ്രോസസ് ആയിട്ട് കുട്ടികളിൽ വരണം. ഇപ്പോഴും പരീക്ഷ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയല്ലേ. പരീക്ഷ എങ്ങനെ എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആകുന്ന രീതിയിൽ ഫേസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ചെറുപ്പം തുടങ്ങിയേ പഠിച്ചിരുന്നെങ്കിൽ നമ്മൾക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല എക്സാമിനെ കുറിച്ച്. അപ്പൊ ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ പ്രോസസ് ആയിട്ട് വരണം, സ്പോണ്ടേനിയസ് ആയിട്ട് ആളുകളിൽ വരുന്നത്. ഇത് വെറുതെ എന്തോ ലെക്ചർ കേൾക്കുന്ന പോലെ അങ്ങനെയൊന്നുമല്ല. അവിടെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ വേണം, ഒരു കണക്ഷൻ വേണം, എക്സ്പീരിയൻസ് ചെയ്യണം. എന്താണോ കേൾക്കുന്നത് അങ്ങനെ ഡിവോർ ചെയ്യാതെ അത് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം എന്നാണ് പറയുന്നത്. അപ്പോ അതാണ് മറിയ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ മാറ്റങ്ങൾ വരുത്തിയത്, അതുപോലെ ഡിസൈൻ ചെയ്തത്. കാസ ഡി ബാംബിനി ആദ്യം തുടങ്ങിയ മോണ്ടിസോറി സ്കൂള് ചിൽഡ്രൻസ് ഹൗസ് എന്ന് പറയുന്ന പോലെ സാൻ ലോറൻസയിലെ ആ ഒരു സ്ലം ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂളായിരുന്നു. അവിടെ കുട്ടികൾക്ക് വീട്ടിൽ എന്താണോ ഇല്ലാതിരുന്നത്, വീട്ടിൽ അവർ എന്തെല്ലാം നഷ്ടങ്ങളാണോ അവർക്കുണ്ടായത്, എന്തൊക്കെ അവർക്ക് ആ ഒരു ഏജിൽ വേണമായിരുന്നു, അത് വീട്ടിൽ കിട്ടിയിട്ടില്ല. അതാണ് മറിയ മോണ്ടിസോറി കാസ ഡി ബാംബിനിയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചത്. അതുകൊണ്ടാണ് അതിന്റെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് അതെല്ലാം അവിടെ നിന്ന് കിട്ടുവാണ് കാസ ഡി ബാംബിനിന്ന്. മോണ്ടിസോറിക്ക് എപ്പോഴും കുട്ടികളോടൊരു റെസ്പെക്ട്, എപ്പോഴും അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് അതിനെ റെസ്പെക്ട് ചെയ്യും. ഞാൻ പലപ്പോഴും വീട്ടിൽ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ ഇതുപോലെ കുട്ടികളോട് റൂഡായിട്ടൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാം, വി ഷുഡ് റെസ്പെക്ട് ദർ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. എനിക്കെതിരെ എന്റെ ഫാമിലിയിലുള്ള ഒരു ബ്ലെയിമിങ് അതാണ്.
ഞാൻ കുട്ടികൾ പറയുന്ന കേൾക്കുന്നു, കുട്ടികൾ പറയുന്ന പോലെ ഞാൻ ചെയ്തു കൊടുക്കും എന്നിങ്ങനെ ഒരു ബ്ലെയിമിങ് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ പലപ്പോഴും. എന്തിനാ പിള്ളേര് പറയുന്ന, നമ്മൾ പറയുന്ന പിള്ളേര് കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ എന്റെ പല ഫ്രണ്ട്സും അതുപോലെ പാരന്റ്സും പറയാറുണ്ട്. അപ്പൊ ഇപ്പൊ അവരെ എനിക്ക് ഇപ്പൊ മോണ്ടിസോറി മെത്തേഡ് പഠിപ്പിച്ചു കൊടുക്കലൊന്നും നടക്കില്ലല്ലോ. സോ നമ്മൾ മിണ്ടാതിരിക്കലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയും, ഒറ്റ വാക്കിൽ പറയും, ഐ ഷുഡ് ഓൾവേസ് റെസ്പെക്ട് ദെയർ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. ഇപ്പൊ എപ്പോഴും എന്നെ പറയുന്ന ഒരു കാര്യമാണ്, എന്തിനാ ഈ പിള്ളേര് പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നത്, എന്തിനാ പിള്ളേര് പറയുന്നത് കേൾക്കാതെ. പക്ഷെ അതുകൊണ്ട് എന്താ, എന്റെ ഫാമിലിയില്, എന്റെ സൈഡിലെ ഫാമിലിയില് 5 മക്കളുണ്ട്. അതിൽ 6ാമതായിട്ട് അവർ എന്നെയും ചേർക്കും. സോ ആ ഒരു സ്പേസ് എനിക്ക് അവിടെ കിട്ടുന്നുണ്ട്. എനിക്കത് മതിയല്ലോ. സോ ഇവിടെ മറിയ മോണ്ടിസോറി കുറേ മെറ്റീരിയൽസ് ഉണ്ടാക്കാം. ഷീ മെയ്ഡ് മെനി ഓഫ് ഹെയർ ഓൺ മെറ്റീരിയൽസ്. അത് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരുന്നു, മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്തു. ഞാൻ നിങ്ങളെ കാണിച്ചോ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ഞാൻ പറഞ്ഞിരുന്നോ? അതാണ് അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ഞാൻ പഠിച്ച കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എല്ലാം നിങ്ങളുടെ ക്ലാസ് ടൈം ആയപ്പോൾ പുതിയത് വന്നിരിക്കുന്നത്. അവിടെ ആ കൗണ്ടറിന്റെ ഷേപ്പ് മാറി ഒരു ബെൽ ഷേപ്പായി. മേ ബി അത് കുട്ടികളുടെ ഫിംഗറിന് ഒരു പവർ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അതിന്റെ ഒരു നോബ് ഉണ്ട്, അതിൽ അവരുടെ കുഞ്ഞു ഫിംഗേഴ്സ് അവർ ശ്രദ്ധിച്ച് ആ നോബിൽ പിടിക്കും. അത് താഴെ വീഴാൻ പാടില്ല എന്നുള്ളതൊക്കെ അവർക്കറിയാം. അപ്പൊ ശ്രദ്ധിച്ച് പിടിച്ച് പിക്ക് ചെയ്യുമ്പോൾ അവര്, അപ്പൊ അത് അവരുടെ ഒരു ഫൈൻ മോട്ടോർ സ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അപ്ഡേറ്റ് ചെയ്തിരിക്കും അല്ലെ. അപ്പൊ മറിയ മോണ്ടിസോറിയും ആ സാൻ ലോറൻസിന്റെ കാസ ഡി ബാംബിനിയിൽ ഇരിക്കുമ്പോൾ തന്നെയും പല മോഡിഫിക്കേഷനും എക്സ്പെരിമെന്റിങ്ങും അഡാപ്റ്റിങ്ങും നടത്തുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ സാൻ ലോറൻസിലെ കുറെ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഈവൻ നമുക്ക് വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ അറിയാം. മറിയ മോണ്ടിസോറിയുടെ ബുക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലും കുറെ കാര്യങ്ങൾ വായിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ ഒരു പാരഗ്രാഫ് ആരാ വായിക്കുക? ഇച്ചിരി വലിയ പാരഗ്രാഫാണ്. Okay. Okay. The work at San Lawrence with the slum kids made the method of Montessori very famous among parents and led to the establishment of the first training course in 1909. Seeing the people's interest in her philosophy and her education gathered momentum, she decided to set aside the rest of her life to spread the word of the Montessori method. Through lectures and teacher training courses around the world. As a result, private schools started being established in Europe and the US. Many countries formally adopted the method in their school systems, and Montessori societies came into being throughout the world. The first international teacher training class was held in 1913. Also by 1913, the interest in her method was at the pinnacle that there were about 100 Montessori schools in the US. Dr. Montessori was invited by the White House and made a speech to a full capacity crowd at Carnegie Hall. In 1915, she demonstrated in the classroom by 1916. Interest in the method decreased owing to differing educational philosophies in the US and the inability to accept changes. In 1918, Dr. Montessori left the US. Between 1914 and 1935, the Montessori method progressed in Europe, Spain, Australia, and Holland. She enjoyed support from Queen Margherita of Italy, Sigmund and Anna Frank, Gandhi, Piaget, and later Mussolini. She established the association Montessori International, that is AMI, in South America in 1929. Hitler, enough. Okay, thank you.
So, very small. I cannot clearly see you. okay, so വായിക്കാത്തത് കാരണം എനിക്കിത് കാണാൻ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഞാൻ ഒരിക്കൽ പോലും ഇതുവരെ വായിച്ചിട്ടില്ല. ഇത് നോക്കി വായിക്കാം. ഓക്കെ, നിങ്ങൾക്ക് സൂം ഇതെല്ലാം നോക്കിയാ വായിക്കുന്നെങ്കിൽ സൂം ചെയ്യാലോ, നമ്മളുടെ മൊബൈലിലോ അല്ലെങ്കിൽ എന്തെല്ലാം വെച്ചാൽ സൂം ചെയ്തെടുക്കാലോ. എല്ലാവരും കണ്ണ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവും, ഭയങ്കര സ്ട്രെയിൻ കൊടുക്കേണ്ടി വരുന്നു. പക്ഷെ വായിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും വായിക്കാൻ വേഗം റെഡിയായി വരും. അതൊരു എന്താ പറയാ അഭിനന്ദനാർഹം തന്നെയാണ്. ഓക്കെ, സോ സാൻ ലൊറൻസയില് ഈ കാസ ഡെ ബാംബിനി സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഉണ്ടായ റിസൾട്ട് ഹോൾ വേൾഡ് പലയിടത്തും സ്പ്രെഡ് ആവാൻ തുടങ്ങി. അങ്ങനെ മറിയ മോണ്ടിസോറി ഫേമസ് ആയി. കാരണം പാരന്റ്സിന് നല്ല ഫീഡ്ബാക്ക് കിട്ടുകയാണ്. അങ്ങനെ ഇത് ഫേമസ് ആകുവാണ്. അങ്ങനെ വന്നപ്പോ ഈ മോണ്ടിസോറി മെത്തേഡ് കൊടുക്കാനായിട്ട് ട്രെയിനീസിനെ വേണം, അല്ലെങ്കിൽ ട്രെയിനേഴ്സിനെ വേണം. കൂടുതൽ ലേഡീസിനെ പ്രിഫർ ചെയ്യുന്നത്. സോ അങ്ങനെ ട്രെയിനിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായത് വൈഡ് സ്പ്രെഡ് ആകാൻ പോവുകയാണ്. സോ ട്രെയിനിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആളുകളുടെ ഇൻട്രസ്റ്റ് മനസ്സിലായി, മോണ്ടിസോറിയുടെ ഫിലോസഫിയെ കുറിച്ച്, അവരുടെ എഡ്യൂക്കേഷൻ മെത്തേഡ്, അതെല്ലാം മനസ്സിലായി. അങ്ങനെ ഇനിയുള്ള ലൈഫ് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇത് സ്പ്രെഡ് ചെയ്യാൻ, വേൾഡ് വൈഡ് സ്പ്രെഡ് ചെയ്യണം, ഈ മെത്തേഡ് സ്പ്രെഡ് ചെയ്യണം എന്നുള്ളത് മറിയ മോണ്ടിസോറി മനസ്സിലായി. അങ്ങനെ അവർ പല ലെക്ചേഴ്സും ടീച്ചർ ട്രെയിനിങ് കോഴ്സസും അറൌണ്ട് ദ വേൾഡ് കണ്ടക്ട് ചെയ്യുവാണ്. അങ്ങനെ പല പ്രൈവറ്റ് സ്കൂൾസും സ്റ്റാർട്ട് ചെയ്തു. യൂറോപ്പിലും US-ലും പല കൺട്രീസും ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്തു. ആദ്യം അഡോപ്റ്റ് ചെയ്തു, അങ്ങനെയാണല്ലോ മിക്കപ്പോഴും അവരുടെ സ്കൂൾ സിസ്റ്റത്തില്. മോണ്ടിസോറി സൊസൈറ്റീസ് വന്നു. അങ്ങനെ ത്രൂ ഔട്ട് ദ വേൾഡ് ഇത് വരുവാണ്. ഫസ്റ്റ് ഇന്റർനാഷണൽ ടീച്ചർ ട്രെയിനിങ് ക്ലാസ് ഹെൽഡ് ചെയ്യുവാണ് 1913 ഇന്റർനാഷണൽ ലെവലില്. 1913 ആ മെത്തേഡ് ഇൻട്രസ്റ്റഡ് ആയിട്ട് അത് ഒരു പിനാക്കിൾ, ഒരു ഭയങ്കര ഒരു ഹൈലൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. 100 മോണ്ടിസോറി സ്കൂൾസ് US-ൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ മോണ്ടിസോറിക്ക് ഇൻവിറ്റേഷൻ കിട്ടുകയാണ് വൈറ്റ് ഹൗസിൽ നിന്നും. ഒരു അവിടെ ക്യാനി ഹോളിൽ സ്പീച്ച് ഇതിനെ പറ്റി പറയാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഇത് കിട്ടുക. അങ്ങനെ ഒരു ക്ലാസ് റൂമിന്റെ ഡെമോ എല്ലാം ചെയ്യുന്നു. 1916 ഈ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കുറയാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാര്യം, പുതിയൊരു കാര്യം വരുമ്പോ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വിഭാഗം എന്തായാലും ഉണ്ടാവും. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു പുതിയ മെത്തേഡ് വരുമ്പോൾ കുറെ പേര് പ്ലസ് പറയും, കുറെ പേര് മൈനസ് പറയും. അതുപോലെ അങ്ങനെ വന്നപ്പോഴേക്കും പലരും അക്സെപ്റ്റൻസിന്റെ ഒരു പ്രശ്നവും എല്ലാം കാരണം പെട്ടെന്ന് തന്നെ അതിനൊരു ഡിക്രീസിങ് ലെവലൊന്ന് താഴെ തുടങ്ങി. അങ്ങനെ മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി US-ൽ നിന്നിട്ട് കാര്യമില്ല, കാരണം US-ൽ അതിന്റെ വാല്യൂ കുറഞ്ഞു തുടങ്ങി. മറിയ മോണ്ടിസോറി US-ന്ന് പോരുവാണ്. മോണ്ടിസോറി മെത്തേഡ് അപ്പോഴേക്കും യൂറോപ്പ്, സ്പെയിൻ, ഓസ്ട്രേലിയ, ഹോളണ്ടിലൊക്കെ അത് കൂടുതൽ ഫേമസ് ആകാൻ തുടങ്ങി, പ്രോഗ്രസ് ആകാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ സപ്പോർട്ട് കിട്ടിയപ്പോ ഷീ എൻജോയ്ഡ്. ഇറ്റലിയിലെ ക്യൂനായ മാർഗരറ്റിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നു. നമ്മുടെ ഫേമസ് സൈക്കോളജിസ്റ്റിന്റെ മെയിൻ ആളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിന്റെ മകൾ അന്ന ഫ്രോയിഡ്, അവരുടെയൊക്കെ സപ്പോർട്ട് ഇവർക്ക് കിട്ടുന്നു. ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് ഇവർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്, ചൈൽഡ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ളത്. പിയാഗറ്റിന്റെ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. പിയാഗറ്റ് അതുപോലെ തന്നെ അവർ ഇന്ത്യയിലും ഈ ഒരു ടൈമിൽ വരുന്നുണ്ട്. ഗാന്ധിജിയുടെ സപ്പോർട്ടും കിട്ടും. ലെറ്റർ മുസോളിനി, ആരായിരുന്നു മുസോളിനി? ആ ഒരു ടൈമില് ഇറ്റലിയില് വന്ന ഒരു ഓട്ടോക്രാറ്റിക് റൂളർ ആയിരുന്നു. ജർമ്മനിയിലായിരുന്നു. ഈ രണ്ട് പേര് ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈമാണ്. ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് ആണ് അവര്. ഭയങ്കര ക്രൂവൽ ആയിട്ടാണ് പല കാര്യങ്ങളും. അവരുടെ റൂളിംഗ് എംപയർ അത് ഗൈഡനാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ക്രൂവാലിറ്റി കാണിച്ച രണ്ട് മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല, അതുപോലത്തെ മനുഷ്യർ, ഹ്യൂമൻ ആനിമൽസ്. അങ്ങനെ മറിയ മോണ്ടിസോറി എന്ന സമയത്ത് AMI എസ്റ്റാബ്ലിഷ് ചെയ്യുവാണ്. സൗത്ത് അമേരിക്കയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ, AMI എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഈ ഹിറ്റ്ലറും മുസോളിനിയും ഫസ്റ്റ് ഇതുമായിട്ട് അട്രാക്റ്റഡ് ആയി. ബട്ട് അവരുടെ ലക്ഷ്യം എന്താ? രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുക. പക്ഷെ മറിയ മോണ്ടിസോറിയുടെ ലക്ഷ്യം എന്താ? പീസ് ആൻഡ് ഹാർമണി. 2 വേൾഡ് വാർ കണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോഴാണ് മറിയ മോണ്ടിസോറി ഇങ്ങനെ ഒരു കാര്യം, കുട്ടികളിൽ ഇങ്ങനെ ഒരു ഇത് ആദ്യമേ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ അഡൾട്ട് ആവുമ്പോൾ സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അഡൽട്ട്സ് ആയിട്ട് മാറും. ലോകത്ത് സമാധാനവും ശാന്തിയും സന്തോഷവും പീസ് ആൻഡ് ഹാർമണി കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ട് ഇവരെ ശ്രമിക്കുമ്പോൾ ഇതില്ലാതാക്കാൻ നോക്കുന്ന 2 പേരാണ് ഹിറ്റ്ലർ, മുസോളിനി. അപ്പൊ അവർ ആദ്യം അട്രാക്റ്റഡ് ആയി. ബട്ട് ലേറ്റർ അവരത്
വേണ്ടാന്ന് വെക്കുവാണ്. അങ്ങനെ മോണ്ടിസോറി മുസോളിനിയുടെ ലീഡേഴ്സും തമ്മിൽ ഭയങ്കര ക്ലാഷ് ഒക്കെ ഉണ്ടാവുന്നു. 1935 ആയപ്പോഴേക്കും ജർമ്മനിയിൽ ഇത് ബാൻ ചെയ്തു. ഇറ്റലിയിൽ ഇത് എല്ലാ സ്കൂൾസും ക്ലോസ് ചെയ്തു. ബട്ട് നമുക്ക് പിന്നീട് കാണാം വീണ്ടും അത് ഉണർന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത് നിങ്ങൾ അതൊക്കെ ഒന്ന് വായിക്കുവാണെങ്കിൽ രസമായിരിക്കും. ഹിറ്റ്ലറും മുസോളിനിയും ആദ്യം വലിയ ഇതൊക്കെ ചെയ്തെങ്കിലും പിന്നെ അവർക്ക് മനസ്സിലായി ഇത് പണി കിട്ടും, ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സോൾജിയേഴ്സിനെ കിട്ടില്ല, യൂത്തിനെ കിട്ടില്ല, യൂത്ത് എല്ലാം പീസ് ആൻഡ് ഹാർമണി എന്ന് പറഞ്ഞു പോകുന്നുള്ള തോട്ട് അവർക്ക് വന്നതുകൊണ്ടായിരിക്കും അവരിത് ഉപദ്രവിക്കാനേ തുടങ്ങി മോണ്ടിസോറിക്ക് അഗെയിൻസ്റ്റ്. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? Safila Kamal. Yes, Safila, please. I am Safila from Kollam. It's time to go home. It's time to go home. It's time to go home. It's time to say goodbye. I had so much fun, and you had so much fun. We all had so much fun, and now we say goodbye. Goodbye, goodbye. See you again. Goodbye, goodbye. See you again. Thank you, Miss. നമ്മളിപ്പോ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡെയിലി ഓരോ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ സൈൻ ഔട്ട് ഒക്കെ ചെയ്യിപ്പിക്കാം അല്ലെ? തീർച്ചയായിട്ടും അതിന്റെ യുണീക് വേയില നിങ്ങൾ ഇവിടെ ചെയ്ത് പ്രാക്ടീസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഷൈനസ് ഒക്കെ മാർക്ക് നല്ല ഇതായിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് എന്തായാലും ഷൈനസ് ഇല്ല ടീച്ചർ. ഒരു കാര്യം പറഞ്ഞോട്ടെ, മൊഡ്യൂൾ 3യുടെ ബാക്കി പാർട്ടാണ്ട് അയച്ചിട്ടില്ല ക്ലാസ് റൂമില്, അവിടെ ഒന്ന് ഇൻഫോം ചെയ്തേക്കണേ. മോഡ്യൂൾ 3 ആണോ പാർട്ട് 3 ആണോ? മോഡ്യൂൾ 1 പാർട്ട് 3 ആണോ? കുറച്ച് പോർഷൻ ആണ്ട് അയച്ചിട്ടുള്ളൂ എന്നാ പറയുന്നത്. അത് മൊഡ്യൂൾ 3യിലെ ഫസ്റ്റ് പാർട്ട് മാത്രം. അത് എനിക്ക് തോന്നുന്നത് കൂടുതലും മാമ പറഞ്ഞിരുന്നല്ലോ അതിൽ പ്രാക്ടിക്കൽ ആയിരുന്നു, അതുകൊണ്ടായിരിക്കും. മോഡ്യൂൾ 3 ഇപ്പൊ ആവശ്യമില്ലല്ലോ, പ്രാക്ടിക്കൽസ് അല്ലേ. ഓക്കെ മിസ്. പിന്നെ മിസ്സിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാലേ ഒരെണ്ണം പറഞ്ഞോട്ടെ, മിസ് സംസാരിക്കുമ്പോഴേ കുറച്ച് ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്യുമല്ലോ, അതപ്പോഴും ഞാനത് എന്റെ മൈൻഡിൽ ഞാനത് ചെയ്യാറുണ്ട്. അപ്പൊ എന്നിട്ട് ഞാനും അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു മിസ്സിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട് മിസ്. താങ്ക് യു സോ മച്ച്. അതിലെനിക്ക് എന്റെ ലൈഫിൽ അത് ഞാനിപ്പോ ആരോടെങ്കിലും മിങ്കിൾ ചെയ്യുമ്പോൾ ആ ഒരു വേർഡ് ഇപ്പൊ ഓരോന്നും പുതിയ പുതിയ വേർഡുകളാണ് ഞങ്ങൾ പഠിച്ചു വെച്ചതിൽ നിന്ന് മിസ്സിന്റെ കൂടെ സംസാരിച്ചപ്പോൾ ന്യൂ വേർഡായി മാറിയിട്ട് ഞങ്ങളത് ചെയ്യുന്നുണ്ട്. മറ്റേത് ഇന്ന് കണക്ക് ഒരു എയിം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് അറിയത്തുള്ളായിരുന്നു. പക്ഷെ മിസ്സിന്റെ കൂടെ കൂടിയപ്പോൾ അതൊരു ഗോളായി മാറി. നമുക്കൊരു ഗോൾ ഉണ്ടെന്ന് യൂസ് ചെയ്യുന്ന അത് ഒരു പ്ലസ് പോയിന്റ് ആണ്. അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. Can I say something? Actually, ഞാൻ അന്ന് പറഞ്ഞ ഐ കുഡൻ കംപ്ലീറ്റ് മൈ ഡിഗ്രി. അപ്പം മിസ് പറഞ്ഞില്ലേ, മിസ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പോലും യു ഷിഫ്റ്റഡ് യുവർ കരിയർ ടു ടീച്ചിങ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൻഡ് യു സെഡ് യു ക്യാൻ ഓൾസോ ഡു ദാറ്റ് വാസ് റിയലി എ മോട്ടിവേഷൻ ഫോർ മീ. ആൻഡ് നൗ ഐ തിങ്ക് മേ ബി ഇതായിരിക്കും എൻ്റെ ഫീൽഡ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇത്രയും പറഞ്ഞ പേരുടെ കാര്യം പറയും. ഇന്നലെ ഞാനൊരു എമിനന്റ് പേഴ്സണെ പരിചയപ്പെട്ടു. സെയിൽസ് ടാക്സ് കമ്മീഷണർ, നമ്മുടെ GSTയുടെ കമ്മീഷണറാണ്. സറഫ് എന്നാണ് സാറിന്റെ പേര്. സാറിന്റെ കൂടെ ലഞ്ചൊക്കെ കഴിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. സാർ എന്നോട് പറഞ്ഞതെന്നറിയോ, നമ്മൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് 10 years എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഗോള് സെറ്റ് ചെയ്യുക. സാർ പറഞ്ഞ ജിഷയുടെ സന്തോഷം അത് ജിഷയാണ് തീരുമാനിക്കുന്നത്, അല്ലാണ്ട് ഹസ്ബൻഡോ മക്കളോ ചുറ്റുള്ള ഫ്രണ്ട്സോ വീട്ടുകാരോ നാട്ടുകാരോ അല്ല, നമ്മൾ ഡിസൈഡ് ചെയ്യാണ്. ഞാനൊരു അസൈൻമെന്റ് നിങ്ങൾക്ക് തന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. റിമോട്ട് എന്റെ ആരോഗ്യം, എന്റെ പൊട്ടൻഷ്യൽ അത് മനസ്സിലാക്കി നെക്സ്റ്റ് 10 years ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു.
ആ 10 വർഷത്തേക്കുള്ളത് ഇപ്പോഴേ ഗോള് സെറ്റ് ചെയ്ത് വെക്കണം സാർ പറഞ്ഞത്. അല്ലാണ്ട് ഒരു വർഷത്തേക്കോ ഒരു ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ അല്ല. 10 വർഷത്തേക്ക് ഞാൻ എന്ത് ചെയ്യും. അതിന്റെ ഇടയിൽ കൂടെ കുറെ കാര്യങ്ങളൊക്കെ നടക്കും. കുറെ ആൾക്കാർ പ്ലസ് പറയും, കുറെ ആൾക്കാർ മൈനസ് പറയും. എന്നെ അത് ബാധിക്കരുത്. അപ്പൊ അത് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് സാർ എന്റെ അഡ്വൈസോ ഒന്നും ആയിട്ട് പറയുന്നതല്ല, അത് ചെയ്യണം. സാറ് സ്പോർട്സ് മാനേജ്മെന്റില് ഡോക്ടറേറ്റ് എടുത്ത സാറാണ്. സാറിനെ നമ്മുടെ ഒളിമ്പിക്സിന് മുമ്പ് ജർമ്മനിയിലേക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു ആ കൗൺസിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കൂടാതെ നെക്സ്റ്റ് മന്ത് സാറിനെ സൗദിയിലാണോ ഏതോ ഒരു ഗൾഫ് കൺട്രിയിലെ ഒരു പ്രിൻസസ് സൽമാൻ അദ്ദേഹത്തിന്റെ വൈഫ് UK വെച്ചിട്ട് അതിനകത്ത് ഒഫീഷ്യൽ എന്തോ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, സംതിങ് റിലേറ്റഡ് വിത്ത് സ്പോർട്സ്. അതിൽ സാറിന് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഒക്കെ ഉണ്ട്. സോ അങ്ങനെ ഒരു വളർന്നു വന്ന ഒരു മനുഷ്യൻ, അതായത് പരിചയപ്പെടാൻ പറ്റി ഇന്നലെ ഒരു ദിവസം സാർ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ 10 ഇയേഴ്സിനുള്ളത് 2035 2035 നമ്മൾ എവിടെയാണെന്നുള്ളത്, എവിടെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ഇപ്പോഴേ ഡിസൈഡ് ചെയ്യുക. നമ്മുടെ ആരോഗ്യം അതിനനുവദിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സാറ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമ്മളാണ് നമ്മുടെ കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. ഐ ടോട്ടലി 100% എഗ്രി ടു ദാറ്റ്. നമ്മളെപ്പോഴും പറയും ഒരു വീട്, ഫാമിലി, നമ്മൾ കുറെ ബാഗേജസുമായിട്ടാണ് നടക്കുന്നത്. ലെസ് ലഗേജ് മോർ കംഫർട്ട്. ബട്ട് നമ്മളുടെ കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, നമ്മൾ അത് ചെയ്യും, അത് അതിന്റെ പാർട്ടാണ്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമ്മളെല്ലാം എടുത്ത് തലയിൽ ഇങ്ങനെ വെക്കണം എന്നുള്ളത്. ടീച്ചർ പറഞ്ഞതുപോലെയാണ് നമ്മളുടെ ആക്ടർ പൃഥ്വിരാജ് 10 വർഷത്തെ പ്രോഗ്രാം ചാർട്ട് ചെയ്യും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. പൃഥ്വിരാജ് ആദ്യമേ വന്ന സമയത്ത് തന്നെ പറഞ്ഞില്ലേ, ആഫ്റ്റർ 10 ഇയേഴ്സ് ഞാൻ ഇവിടെ ആയിരിക്കും, ഞാൻ എല്ലായിടത്തും ബോളിവുഡിൽ ഞാൻ അഭിനയിച്ചിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ മനീഷ്. യെസ് ടീച്ചർ, നല്ല ടാലന്റഡ് ആണ് ആള്. He's my friend's cousin. That's good. Okay. So, okay then, bye. അടുത്ത ആഴ്ച കാണാം അല്ലെ? PG ക്ലാസ്സിൽ കുറെ പേരെ കാണാം. Okay teacher, anyway, thank you. Have a nice day. Okay, thank you. Bye. മണ്ടേ പോകുമ്പോ എന്തെങ്കിലും ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടിയ പോലെ തോന്നുന്നു. കാര്യമായിട്ട് ക്ലാസ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ലെങ്കിലും പക്ഷെ എന്തൊക്കെയോ ഉള്ളിലോട്ട് എന്തൊക്കെയോ കയറിയ പോലൊരു ഇതുണ്ട്. നമുക്കിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കെന്തൊരു ഇന്നർ എന്തോ ഒരു. എനിക്ക് പിന്നെ ഏറ്റവും വലിയ പേടി എന്താന്ന് പറഞ്ഞാൽ എന്റെ മോളുടെ ക്ലാസ്സിലാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ് എടുക്കാൻ പോകും. അപ്പൊ ഞാൻ അവളോട് ഇന്നലെ പോയി വന്നപ്പോ തന്നെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ഉമ്മച്ചി വരുന്നുണ്ട് മോളുടെ സ്കൂളില്, മോളൊക്കെ എന്നെ എന്താ വിളിക്കുക, മാം ടീച്ചറല്ലേ, അപ്പൊ മാമിനെ വിളിക്കും. ഞാൻ ഉമ്മച്ചീനെ വിളിച്ചു, ഇല്ല മാം അല്ലേ, സ്കൂളിൽ വന്നാൽ പിന്നെ മാം വരും. അവൾക്ക് അറിയും, പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മള് വീട്ടിലെ കുട്ടീനോട് കാണിക്കുന്ന കൺസേൺ അത്രയും കുട്ടികളുടെ ഇടയിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവൾക്കത് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു എനിക്കൊരു ടെൻഷൻ ഉണ്ട്. അവളതൊരു പ്രിവിലേജ് ആയിട്ട് എടുക്കും. അതെ, അവള് ഭയങ്കര ഹാപ്പിയാണ്. അവൾ എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ഉമ്മച്ചി മാത്രമേ വരുള്ളൂ, എന്റെ ബാക്കി ഫ്രണ്ട്സിന്റെ ഉമ്മച്ചിമാരൊക്കെ ക്ലാസ് എടുക്കാൻ വരുമെന്ന് വെച്ചിട്ട്. ഞാൻ പറഞ്ഞു അവരൊന്നും വരില്ല, ഞാൻ മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞു. ആണോ, അങ്ങനെയാണോ, ഓക്കെ, അപ്പൊ മൺഡേ തുടങ്ങി എന്റെ സ്കൂളിൽ വരുമോന്ന് ചോദിച്ചിട്ട് ഇന്ന് രാവിലെ പോയപ്പോൾ ഞാൻ സ്കൂൾ ബസ്സിൽ തന്നെ പോവാന്ന് വിചാരിച്ചിട്ട് അവളുടെ കൂടെ തന്നെ. അപ്പൊ അവര് പറഞ്ഞു അതിന് വേറെ പേയ്മെന്റ് ഒന്നും വേണ്ട, ട്രാൻസ്പോർട്ടേഷൻ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ അവള് സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ അവളുടെ കൂടെ തന്നെ പോവാന്ന് പറഞ്ഞപ്പോ ആള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു ഫാത്തിമയുടെ മോള് ചെറുതായതുകൊണ്ടായിരിക്കും. ഇവിടെ മക്കള് അമ്മ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ മക്കള് പറഞ്ഞത്, അമ്മ നമ്മളുടെ സ്കൂളിലൊന്നും വരണ്ടെന്നായിരുന്നു പറഞ്ഞത്. അതായത് മോൻ 9ലും മോള് 6ലും ആണ്. എനിക്ക് അവിടെ കിട്ടും ഈസി ആയിട്ട്, കാരണം ഞാൻ ഇവിടുത്തെ കമ്മിറ്റിയിലുണ്ട്. അപ്പൊ അവർക്കറിയാം എൻ്റെ ഒരു ഇത്. പക്ഷെ എനിക്കും അവിടെ പോയി എനിക്ക് അത്ര താല്പര്യം. ഇപ്പൊ ആ ഒരു സ്നേഹവും കരുതലും നമ്മളൊരു ടീച്ചറായിട്ട് പോകുമ്പോ അതൊരു വേറെ ഇതിലേക്ക് ഇത് പോകും. അതുകൊണ്ട് ഞാൻ വേറെ സ്കൂളാണ് നോക്കുന്നത്. മാം അഡ്മിനിസ്ട്രേറ്ററിൽ എന്റെ നല്ല എനിക്ക് ഇവിടെ 2 കിലോമീറ്റർ താഴെയുള്ളൂ മോള് പഠിക്കുന്ന സ്കൂളിലേക്ക്. അപ്പൊ എനിക്ക് കുഞ്ഞുണ്ട്, 1.25 വയസ്സായിട്ടുള്ള അവൾക്ക്. അപ്പൊ അവളെ ഇവിടെ നിർത്തിയിട്ട് എന്റെ ഉമ്മയുടെ അടുത്താക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പോയി വരാൻ എളുപ്പമുള്ള സ്ഥലങ്ങൾക്ക് എടുത്തതാണ്. കൺവെൻസ് ഉണ്ടല്ലോ, അവര് അത് പെർമിറ്റ് ചെയ്തല്ലോ, അതന്നെ വലിയ. അതെ, ഞാൻ പറഞ്ഞു ഞാൻ 3 months ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു കുഴപ്പമില്ല,
ഇംഗ്ലീഷ് മാത്രമേ പ്രശ്നമുള്ളൂ. ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിച്ചു, വേറെ കുഴപ്പം. അത് പിന്നെ ഞാൻ ഓൾറെഡി സംസാരിച്ചപ്പോ ഇംഗ്ലീഷ് തന്നെ, ഞാൻ കുഞ്ഞിലെ മുതൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അതിന് എന്റെ പാരന്റ്സിനോട് ഞാൻ താങ്ക്സ് പറയണം. ഇപ്പോ എനിക്ക് അത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ. അല്ല, മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന പൊതുവെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാൻ ഒരു പ്രയാസമായിരിക്കുമല്ലോ. ഇത് ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചു. പിന്നെ എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഇപ്പൊ ഫുൾ സപ്പോർട്ടാണ്. ഇപ്പൊ ഞാൻ കല്യാണത്തിന് ശേഷം ഞാൻ ബിഫാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബിഫാം ചെയ്തിട്ട് എനിക്ക് പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. 2 വർഷം പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പം 2 ഡെലിവറി, രണ്ടാമത്തെ മോള് പ്രഗ്നന്റ് ആയ ടൈമിലാണ് എന്നെ കൊണ്ട് കമ്പൽസറി ആയിട്ട് ബികോം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ബികോം എടുപ്പിച്ചു. ഇപ്പൊ ഫൈനൽ സെം എക്സാം മാർച്ചിൽ ഉണ്ടാവും. ഇതിന്റെ ഇടയിലാണ് എന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് വേറെ എന്തെങ്കിലും അപ്പോഴേക്കാണ് ഇതിന്റെ ഒരു ഞാൻ PSC ചേർന്നുണ്ടായിരുന്നു സ്മാർട്ട് സ്ട്രീമില്. അപ്പൊ അവരുടെ എനിക്കൊരു കോള് വന്നു. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചപ്പോ അവർ എന്റെ അടുത്ത് മോണ്ടിസോറിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് ചുമ്മാ ഹസ്ബൻഡിന്റെ അടുത്ത് ചേരാൻ വേണ്ടിയിട്ട് പോലും അല്ല, ചുമ്മാ പറഞ്ഞതാണ്. അപ്പോഴേക്കാണ് പറഞ്ഞു നീ എന്തായാലും ചെയ്യുന്നു പറഞ്ഞു. അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എബ്രോഡ് പോവാൻ നിൽക്കണം. അപ്പൊ അതിന് മുന്നേ തന്നെ നിന്റെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യും. എല്ലാത്തിനും ആളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആളൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കാരണം ചെയ്യാൻ പറ്റുന്നു. വെരി ഗുഡ്. ഭയങ്കര സന്തോഷം ഇതൊക്കെ കേൾക്കും. ഓക്കെ, ടീച്ചർക്ക് ഇനി ക്ലാസ് ഇല്ല, 2:43 ആയി. ഇനി എനിക്ക് 8 മണിക്കേ ഉള്ളൂ. നമ്മുടെ പകലത്തെ ക്ലാസ് 2:30 വരെ ഉള്ളൂ. ഇനി രാത്രി PGയുടെ. ടീച്ചർ ഓൺലൈൻ ആയിട്ടാ ക്ലാസ് എടുക്കുന്നത്? അതെ അതെ. വീട്ടിൽ നമ്മളുടെ സ്മാർട്ട് സൈഡ് ക്ലാസ്സസ് എല്ലാം ഓൺലൈൻ ആണ്. അല്ലാതെ ഞാൻ പോകുന്നത് വെനസ്ഡേയും ഫ്രൈഡേ ആണ് ഞാൻ പോകുന്ന സ്കൂളുകൾ. അത് നേരിട്ട് പോയിട്ടാ. നമ്മൾക്കപ്പോ സ്മാർട്ട് സ്ട്രീമില് ടീച്ചറായിട്ട് കയറാൻ പറ്റുമോ? ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു എന്തെങ്കിലും ഉണ്ടോ? ഒരു ഇത് വരുവാണെങ്കിൽ ഞാൻ ഗീതയെ ഞാൻ റെഫർ ചെയ്യാം തീർച്ചയായിട്ടും. ടീച്ചർ, അതെ, ഞാൻ അന്നൊരു സ്റ്റാറ്റസ് കണ്ടപ്പോ അത് ടെലികോളർ ആയിരുന്നു. ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞത് നാളെ തന്നെ വന്നോന്ന് പറഞ്ഞു. അപ്പൊ അത് പക്ഷേ ഓഫീസ് അവിടെ തന്നെ പോണം. അപ്പൊ ഞാൻ പറഞ്ഞില്ല സാർ, ഞാൻ കണ്ണൂരാണ്, ഓൺലൈൻ ആണെന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഓഫ്ലൈൻ ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ സാർ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചർ ഒന്ന് ഓക്കെ. തീർച്ചയായിട്ടും. താങ്ക് യു മാം, നിങ്ങളുടെ കുറെ സമയം കളഞ്ഞു. താങ്ക് യു സോ മച്ച്. Thank you, ma'am.